ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസി സിസ്റ്റർ ജിസി സജിയെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നാളുകൾക്ക് മുൻപേ തന്ന ഒരു ആത്മീക ബന്ധമാണ് ഇന്ന് വരെയും. ആ ബന്ധം ഹല്ലേലൂയ നിലനിർത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ സഹായിക്കുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ ഇന്ന് രാത്രിയിൽ വചനത്തിന്റെ മുമ്പിലായിരിക്കുന്നു. ഇവിടെ ഓരോ ശുശ്രൂഷകൾ നടത്തപ്പെട്ടു. എല്ലാ ശുശ്രൂഷകളിലും ഭാഗവാക്കായ എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങളുടെ മേലും ദൈവത്തിന്റെ കരം അനുകൂലമായ ദിവസങ്ങളിൽ വെളിപ്പെടേണ്ടതിന് നമുക്ക് ശക്തമായ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ നമ്മൾ ദൈവത്തിന്റെ പാദപീഠത്തിൽ കടന്നു വന്നിരിക്കുമ്പോൾ ഹല്ലേലൂയ, കർത്താവേ എന്നോട് സംസാരിക്കണമേ എന്നുള്ള ഒരു മനോഭാവത്തോടെയാണ് നാം ഇന്ന് രാത്രിയിൽ ആയിരിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ, മുഖാമുഖമായും വ്യക്തിപരമായി ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിന് നമ്മോട് ഇടപെടാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായി നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ നമുക്കൊരു വാക്യം വായിക്കാം. ഹല്ലേലൂയ. പുറപ്പാട് 14:14, ദ ബുക്ക് ഓഫ് എക്സോഡസ്. ഹല്ലേലൂയ. ചാപ്റ്റർ 14 വേഴ്സ് 14. ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. പുറപ്പാട് 14:14. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. ഒരു വാക്യം കൂടെ വായിച്ചെന്നെ സഹായിക്കണമേ. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം. ദ ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 27 വേഴ്സ് 24, 23 and 24. 23, 24. പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുൻപ് നിൽക്കേണ്ടതാകുന്നു. നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ ഇവിടെ 2 ഭാഗങ്ങളാ വായിച്ചത്. ഒന്ന്, ഹല്ലേലൂയ ദൈവം ഇറങ്ങി വന്ന് യുദ്ധം ചെയ്ത ഒരു ഭാഗവും ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് പൗലോസിന് വേണ്ടി ഹല്ലേലൂയ യുദ്ധം ചെയ്ത ഒരു ഭാഗവും. രാത്രിയിൽ നമ്മൾ ഇത് കമ്പൈൻ ചെയ്ത് പഠിക്കുമ്പോൾ ഹല്ലേലൂയ ഇന്ന് ഈ മീറ്റിംഗിലായിരിക്കുന്ന ഈ ശബ്ദം ശ്രവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി യുദ്ധം ചെയ്യാൻ കർത്താവിന്റെ ദൂതൻ ഇറങ്ങി വന്നിരിക്കുകയാ. ആത്മാവിൽ അത് എത്ര പേർക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്? എന്റെ വിഷയത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇന്ന് രാത്രിയിൽ ദൈവം ഇറങ്ങി വന്നിരിക്കുന്നു. അടാ ജഗൽഖന വൈശസിയാന്തര. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ എനിക്ക് കയറി ചെല്ലാൻ കഴിയാത്ത ഹൃദയങ്ങളിലേക്ക്, എനിക്ക് ഇടപെടാൻ ചെയ്യാത്ത മണ്ഡലങ്ങളിലേക്ക്, അല്ലെങ്കിൽ എനിക്ക് വിടുവിച്ചെടുക്കുവാൻ കഴിയാത്ത ജീവിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവകരം ഇന്ന് രാത്രിയിൽ നമ്മോട് പറയുന്നു. യെസ്, ഹല്ലേലൂയ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാം, പക്ഷെ നിങ്ങൾ പ്രതികരിക്കരുത്. എത്ര പേർ ആത്മാവിൽ അത് റിസീവ് ചെയ്യുന്നു? എന്റെ കർത്താവ് നമുക്ക് വേണ്ടി പ്രതികരിക്കാൻ തുടങ്ങിയാൽ നാം പിന്നെ മൗനമായിരിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസ് എന്ന ഭക്തൻ ജനിച്ചത് ഹല്ലേലൂയ കിലിക്കിയയിലെ ഹല്ലേലൂയ തർസസിലാണ്. പലസ്തീനിൽ നിന്നും മൈഗ്രേറ്റ് ചെയ്ത് കടന്നു വന്ന് ഹല്ലേലൂയ കിലിക്കിയയിൽ വളരപ്പെട്ട ജനിക്കപ്പെട്ട പൗലോസിന്റെ ജീവിതം ഹല്ലേലൂയ ജനനം കൊണ്ട് ഹല്ലേലൂയ ഹീബ്രുവായി ജനിച്ചവൻ, ഹല്ലേലൂയ ജെന്റൈൽസിന്റെ ഇടയിൽ വളർന്നവൻ, പരീശന്റെ മകൻ, ഹല്ലേലൂയ നല്ല യഹൂദ നിയമങ്ങളും പ്രമാണങ്ങളും പഠിച്ചവൻ, ഹല്ലേലൂയ മറ്റുള്ളവരുടെ മുൻപിൽ എന്തുകൊണ്ടും ശക്തനായ റോമൻ പൗരത്വം വരെ ഉള്ള ജനനം കൊണ്ട് പ്രാപിച്ച ശക്തനായ ഒരു വ്യക്തിത്വമാണ് ഹല്ലേലൂയ നമ്മൾ എല്ലാവരും വിളിക്കുന്ന പൗലോസ്. ദൈവമക്കളെ, അന്നത്തെ കാലത്ത് ഒന്നിനും കുറവില്ലാത്തവൻ, ഹല്ലേലൂയ അന്നത്തെ കാലത്ത് ഹീബ്രു ഹല്ലേലൂയ ലോയിൽ ഹല്ലേലൂയ പാണ്ഡിത്യമുള്ളവൻ, ഗ്രീക്ക് ഭാഷയിൽ പാണ്ഡിത്യമുള്ളവൻ, ഹല്ലേലൂയ ഹീബ്രു ഗ്രീക്ക് ഭാഷകൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവൻ, ഹല്ലേലൂയ ആർക്കും ഒതുക്കാൻ കഴിയാത്ത നൈപുണ്യമുള്ളവൻ, വാക്ചാതുര്യമുള്ളവൻ. ഹല്ലേലൂയ പൗലോസിനെ കുറിച്ച് ഇങ്ങനെ വചനം പറയുന്നു. ഹല്ലേലൂയ പൗലോസിന്റെ അപ്പൻ ഒരു പരീക്ഷനായിരിക്കെ വളരെ ശക്തമായ ഹല്ലേലൂയ ഒരു ഡിസൈനിലാണ് ഹല്ലേലൂയ ഈ പൗലോസ് വളർത്തപ്പെട്ടത്. അല്ലെങ്കിൽ വചനത്തിലെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഹല്ലേലൂയ പൗലോസിനെ ഒരു റബ്ബി ആകാൻ വേണ്ടി കുഞ്ഞു പ്രായം മുതലേ അവരുടെ അപ്പനും അമ്മയും ഹല്ലേലൂയ വളർത്തിക്കൊണ്ട് വന്നതാ. അന്നത്തെ കാലത്ത് റബ്ബി ആകുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഹല്ലേലൂയ തിയോളജിക്ക് ഒരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഹല്ലേലൂയ ചരിത്രം പറയുന്നു അവർ തെളിയിക്കണം.
ഹല്ലേലൂയ അന്നത്തെ റബ്ബിമാരെ ചോദ്യം ചോദിച്ച് മുട്ടുകുത്തിക്കണം പോലും. ഹല്ലേലൂയ എങ്കിൽ മാത്രമേ ഹല്ലേലൂയ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ ഇന്ന് ഫ്രീ ആയിട്ട് കൊടുത്താലും വേണ്ട അല്ലേ? ഹല്ലേലൂയ അന്നത്തെ കാലത്ത് ഹല്ലേലൂയ ഈ പ്രമാണം പഠിക്കണമെങ്കിൽ, ഹല്ലേലൂയ ഒരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ, ഹല്ലേലൂയ 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 അവർ ഹല്ലേലൂയ റബ്ബി എന്ന് പറഞ്ഞാൽ അത്രമാത്രം ജ്ഞാനം നേടിയ സകല വിധമാകുന്ന കൽപ്പനകളും പ്രമാണങ്ങളും അരച്ചു കുടിച്ചവരെ മുട്ടുകുത്തിച്ചാൽ മാത്രമേ ഹല്ലേലൂയ അങ്ങനെ റബ്ബി എന്നുള്ള ഹല്ലേലൂയ ഒരു സ്ഥാനത്തേക്ക് സ്ഥാനം കരസ്ഥമാക്കാൻ ഒരു പഠനം തന്നെ ഹല്ലേലൂയ അനുവദിക്കപ്പെടുന്ന ഒരു കാലം. ആ കാലത്താണ് പൗലോസ്, അഗ്രഗണ്യനായ പൗലോസ് ഹല്ലേലൂയ അങ്ങനെ ഒരു ഹല്ലേലൂയ അവസരം പ്രാപിക്കുകയാണ്. ഹല്ലേലൂയ നമുക്കറിയാം ഹല്ലേലൂയ അങ്ങനെ പഠനം പൂർത്തിയാക്കിയ പൗലോസ് വളരെ പ്രതീക്ഷയോടെ അപ്പന്റെയും അമ്മയുടെയും ഒരു സമൂഹത്തിന്റെയും പ്രതീക്ഷയുമായി കടന്നു വരവേ ഡമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് എന്റെ ദൈവത്തിന്റെ ഒരു എൻകൗണ്ടറിലേക്ക് ഹല്ലേലൂയ പൗലോസ് കടക്കുവാൻ ഇടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, വാഗ്ദത്തമുള്ളവൻ, ദൈവം കണ്ടവൻ എതിലെ പോയാലും ഹല്ലേലൂയ കർത്താവ് വിടത്തില്ല കേട്ടോ. കാരണം ഹല്ലേലൂയ ഹല്ലേലൂയ വിളിച്ചത് ദൈവമാ, കണ്ടത് ദൈവമാ. ഹല്ലേലൂയ അമ്മയുടെ ഉദരത്തിൽ മുതലേ ഹല്ലേലൂയ നമ്മെ കണ്ട ദൈവം. ഹല്ലേലൂയ ഏതു വഴിയിലൂടെ നാം പോയാലും കർത്താവിന്റെ കണ്ണിൽ കുരുങ്ങിയവരാണോ നമ്മൾ? ഹല്ലേലൂയ കർത്താവ് നമ്മളെ കൊണ്ടുവന്നിരിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു കാരണങ്ങൾ നോക്കിയാലും പൗലോസ് ഈ ദൈവകൃപയിലേക്ക് വരാൻ സാധ്യതയില്ല. യേശുവിനെ വിത്ത് ബോഡി കണ്ട വ്യക്തിയൊന്നുമല്ല പൗലോസ്. പക്ഷേ ഈ വചനത്തിന്റെ ഹല്ലേലൂയ സത്യങ്ങൾ, സഭയുടെ മർമ്മങ്ങൾ, ഹല്ലേലൂയ സഭയുടെ ഉപദേശങ്ങൾ, ഹല്ലേലൂയ സഭയുടെ എഴുത്തുകൾ, സഭയ്ക്ക് വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ രചിക്കുവാൻ, സഭയെ ഫോർമേഷൻ ചെയ്യുവാൻ, സഭയുടെ എക്സ്പാൻഷൻ ചെയ്യുവാൻ ദൈവം ഉപയോഗിച്ച ശക്തനായ വ്യക്തിയാണ് പൗലോസ്. ഹല്ലേലൂയ, പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ ഇതെല്ലാം ഉണ്ടായിരിക്കുന്ന പൗലോസ് ഒരിക്കലും ഒരു നസ്രായനെ പ്രസംഗിച്ചുകൊണ്ട് ഹല്ലേലൂയ ലോകരാജ്യങ്ങളിൽ ഹല്ലേലൂയ വചനം ഇങ്ങനെ പറയുന്നു. ആദ്യത്തെ മിഷണറി യാത്ര കംപ്ലീറ്റ് ചെയ്തപ്പോൾ 700 മൈൽ കരയിലും 500 മൈൽ കടലിലും തന്റെ ശുശ്രൂഷ താൻ തികച്ചെടുത്തെന്ന് ഓർത്തു നോക്കിക്കേ. ഹല്ലേലൂയ ദൈവത്തിനു വേണ്ടി എരിഞ്ഞടങ്ങാൻ ദൈവദർശനം പ്രാപിച്ചവനെ അടകൽക്കന ശന്തര ഒതുക്കി കെട്ടുവാൻ ഹല്ലേലൂയ ഒരു പ്രതികൂലങ്ങൾക്കും ഒരു വെല്ലുവിളികൾക്കും കഴിഞ്ഞില്ല. ഇന്ന് രാത്രിയിൽ ഈ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലേ, എന്നെയും നിങ്ങളെയും ഹല്ലേലൂയ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ, എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികൾ ഹല്ലേലൂയ അതിനെ മറികടക്കാൻ നമുക്കൊരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രിയിൽ എത്ര പേർ വിശ്വസിക്കും? ഹല്ലേലൂയ. ശബന ഹഡഗല റാംതല നഗൽകമന വൈശ്വസി വാഗ്ദ ഹല്ലേലൂയ തിരഞ്ഞെടുക്കപ്പെട്ടവനെ, ദൈവത്തിന്റെ പ്രതീക്ഷയായവനെ, ജാതികളുടെ പ്രകാശമായി മാറേണ്ടവനെ, ഹഡൽകമന വൈശ്വസിയ ഒരുവിധമാകുന്ന ലോകത്തിന്റെ ഹല്ലേലൂയ പ്രതികൂല കാറ്റിനും കൊടുങ്കാറ്റിനും തകർത്തു കളയാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തിന്റെ കരുതൽ കടലിലും കരയിലും വെളിപ്പെട്ടപ്പോൾ പൗലോസ് കരയുന്നില്ല, കടലെന്നില്ല, ഇരുട്ടെന്നില്ല, പകലെന്നില്ല. ദൈവത്തിന്റെ സാക്ഷ്യവും വചനവുമായി ലോകജാതികൾക്ക് പ്രകാശമായി മാറുകയാ. എന്ന രാത്രിയിലും പ്രിയ ദൈവമക്കളെ, നാം ഈ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ പൗലോസ് പറഞ്ഞ ആ വാക്ക് ഞാൻ ഒന്നുകൂടി എടുത്തു പറയുകയാ. പൗലോസ് പറയുക, എന്റെ ഉടയവൻ. അർത്ഥാൽ പൗലോസിന് മാത്രമല്ല, നമുക്കൊരു ഉടയവനുണ്ട്. നമ്മൾ ആരും അനാഥരല്ല. പാട്ടുകാരൻ പറയുന്നില്ലേ, അനാഥനല്ല ഞാൻ, ഹല്ലേലൂയ അശരണനല്ല ഞാൻ, പിന്നെയോ ഹല്ലേലൂയ എനിക്കൊരു ഉടയവനുണ്ട്. ഇന്ന് രാത്രിയിലും തകർന്ന ഹൃദയത്തോടെ ആയിരിക്കുന്ന പ്രിയ മക്കളെ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ നോക്കി പറയുകയാ, ആരുമില്ല ഹല്ലേലൂയ എനിക്കൊന്ന് തുറന്നു പറയാൻ, എന്റെ വേദനയൊന്നറിയാൻ എനിക്ക് ആരുമില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെടുന്ന ആരൊക്കെയോ ഇതിന്റെ നടുവിലുണ്ട്. പ്രമീള റോസ്, ഹല്ലേലൂയ ഞാൻ വചനം തന്നെ പറയുന്നത്, പക്ഷേ ദൈവാത്മാവ് ശക്തമായി നിർബന്ധിക്കുന്ന പക്ഷം
ഞാൻ കർത്താവ് തരുന്ന ദൂത് കൈമാറാം കേട്ടോ. കർത്താവിന്റെ ദാസി ദൈവാത്മാവ് പറയുകയാ കേട്ടോ. പത്മോസിന്റെ ദ്വീപിൽ എറിയപ്പെട്ടത് അടകൽ കമന വൈശ്വസിയ ഏത് ദുരുദ്ദേശത്തോടു കൂടിയാണെങ്കിലും വീഴ്ത്തപ്പെട്ടവനെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നത് പോലെ കുഞ്ഞെ, ദൈവാത്മാവ് പറയുന്നു, ഏത് ഇടുക്കിന്റെ നടുവിൽ നീ അകപ്പെട്ടാലും, ഏത് കുരുക്കിൽ പോയി വീണെന്ന് പറഞ്ഞാലും, കാണുന്ന സമൂഹം അയ്യോ കുടുങ്ങിപ്പോയി രക്ഷയില്ലെന്ന് ഹല്ലേലൂയ നിന്നെ കുറിച്ച് വിധി എഴുതിയാലും കുഞ്ഞെ, ദൈവാത്മാവ് പറയുന്നു, ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരും കേട്ടോ. വഴി അടഞ്ഞു എന്ന് കരുതുന്ന മണ്ഡലങ്ങൾക്ക് ഹല്ലേലൂയ വഴി ഒരുക്കിക്കൊണ്ട് കുഞ്ഞെ, ഞാൻ നിന്നെ അക്കരെ എത്തിക്കുന്ന ദൈവമാ. എവിടെയെല്ലാം വഴികൾ അടയ്ക്കപ്പെട്ടാലും, ആരെല്ലാം മുഖത്ത് നോക്കി അടൽക്കമന വൈശ്വസിയാം തരാ ഹൃദയം തകർക്കുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ അടൽക്കസി ഏകാന്തതയുടെ തടവറയിലേക്ക് വലിച്ചെറിഞ്ഞാലും കുഞ്ഞെ, ഒന്നറിയുക, നിനക്കൊരു ഉടയവനുണ്ട്. ദൈവമക്കളെ, അല്ലെങ്കിൽ ആത്മാവിൽ എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് രാത്രിയിൽ? അല്ലെങ്കിൽ എനിക്കൊരു ഉടയവനുണ്ടെന്നുള്ള ഒരു വിശ്വാസം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ പ്രത്യാശയായി മാറട്ടെ. പ്രത്യാശ എന്തുവാ? ജീവിതത്തിന്റെ ഉറപ്പാണല്ലേ ദൈവമക്കളെ. വിശ്വാസം എന്തുവാ? ഹല്ലേലൂയ. നമ്മൾ കാണാത്ത കാര്യങ്ങളെ വിശ്വസിക്കുമ്പോ പ്രത്യാശയുടെ എൻട്രൻസിലോട്ട് നമ്മൾ കയറുക. ഹല്ലേലൂയ. പ്രത്യാശയിൽ എത്തണമെങ്കിൽ ദൈവമക്കളെ, ഹല്ലേലൂയ, പ്രത്യാശയിൽ എത്തണമെങ്കിൽ ഹല്ലേലൂയ ജീവിതത്തിലെ കഷ്ടതകളിലൂടെ നമ്മൾ കടന്നു പോകണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഈ പ്രത്യാശയിൽ എത്തിച്ചേരാൻ കർത്താവ് തരുന്ന രണ്ടാമത്തെ ടൂളാണ് ഈ കഷ്ടത. ഹല്ലേലൂയ. ഈ കഷ്ടതയിലൂടെ നമ്മൾ കടന്ന് എവിടെത്തും? സഹിഷ്ണുതയിലെത്തും. സഹിഷ്ണുതയിലൂടെ സിദ്ധതയിലെത്തും. സിദ്ധതയിലൂടെ നമ്മൾ എവിടെത്തും? പ്രത്യാശയിൽ വന്ന് ചാടും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളൊക്കെ നമ്മൾ എവിടെ കൊണ്ടെത്തിക്കണം? പ്രത്യാശയിൽ കൊണ്ടെത്തിക്കണം. പ്രത്യാശ എന്തുവാ? എനിക്കൊരു ഉടയവനുണ്ട്. ഹല്ലേലൂയ. മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ആദ്യജാതൻ ഉയർത്തെഴുന്നേൽപ്പിച്ച ഹല്ലേലൂയ പിതാവിൽ വിശ്വസിക്കുന്ന ഹല്ലേലൂയ പിതാവ് വീണ്ടും വരുമെന്നും ഹല്ലേലൂയ എനിക്കൊരു തേജസ്കരണം ഉണ്ടെന്നും ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ ആ ദൈവിക തേജസ്സിലേക്ക് ഒരു നാൾ ഹല്ലേലൂയ എത്തിച്ചേരുമെന്നും വിശ്വസിക്കാൻ ഈ ഭൂമിയിൽ വെച്ച് എനിക്ക് കഴിയുന്നതാണ് യഥാർത്ഥ പ്രത്യാശ. ആമേൻ. ഹല്ലേലൂയ. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് പ്രത്യാശ. ഹല്ലേലൂയ. പോട്ടെ, എന്റെ വിഷയം അതല്ലല്ലോ, ഞാൻ മടങ്ങി വരാം. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് എവിടെയാ? നിങ്ങൾ പറ. ഹല്ലേലൂയ. എന്റെ കുഞ്ഞിന് 600-ൽ 600 മാർക്ക് കിട്ടി, സ്കോളർഷിപ്പ് യൂണിവേഴ്സിറ്റിയിൽ കിട്ടി, വന്ന് സെലക്ഷൻ ചെയ്ത് കൊണ്ടുപോകുന്നത് സാധാരണ കാര്യമാ. പക്ഷേ അയോഗ്യതയുടെ സ്ഥാനത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ തകർക്കപ്പെടുന്ന മണ്ഡലത്തിന്റെ നടുവിൽ എനിക്ക് വേണ്ടി, എന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് സിബി ബിജു കർത്താവിന്റെ ദാസി ഇന്ന് രാത്രി ഒന്ന് വിശ്വസിക്കാമോ? വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. 1000 വഴികൾ അടഞ്ഞാലും തുറക്കപ്പെടുന്ന സ്വർഗീയ വാതിൽ കാണുവാൻ ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് കഴിയും? 1000 വഴികൾ കൊട്ടിയടച്ച് ഇവിടെ ഒരു വഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടിയടച്ചവന്റെ മുൻപിൽ തുറക്കപ്പെട്ട ഇരുമ്പ് വാതിലിന്റെ നടുവിലൂടെ കടന്നുപോയ പത്രോസ് പട്ടണങ്ങൾ കടന്നതുപോലെ പ്രിയ കർത്താവിന്റെ ദാസിയെ ദൈവം പുതിയത് തുറക്കാൻ പോവുകയാ കേട്ടോ. വിശ്വസിക്കുന്നെങ്കിൽ കരമുയർത്തി ദൈവത്തിനൊരു മഹത്വം കൊടുത്തേ. എത്ര പേർ വിശ്വസിക്കുന്നു? എന്റെ ദൈവം എനിക്കുണ്ട്, അവൻ എന്റെ ഉടയവനാണ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന എന്റെ ദൈവം തന്റെ ദൂതനെ അയക്കാൻ ഇന്ന് രാത്രി എന്റെ ഭവനത്തിൽ ഇറങ്ങി വരുമെന്ന്. യെസ്. എത്ര പേർ വിശ്വസിക്കുന്നു? ഞാൻ മുന്നോട്ട് കടന്നു പോകട്ടെ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ. എങ്ങനെയാണ് ദൈവം പൗലോസിന് വേണ്ടി യുദ്ധം ചെയ്തത്? എങ്ങനെയാണ് പൗലോസ് ബന്ധിക്കപ്പെട്ടത്? എന്തിനാണ് പൗലോസ് ബന്ധിക്കപ്പെട്ടത്? തനിക്ക് വേണ്ടിയാണോ ഹല്ലേലൂയ പൗലോസ് ബന്ധിക്കപ്പെട്ടത്? അല്ല, പൗലോസ് ബന്ധിക്കപ്പെട്ടത് ഹല്ലേലൂയ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ നാമം ധരിച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ പൗലോസ് ബന്ധിക്കപ്പെട്ടത്. ദൈവമക്കളെ, ദൈവത്തെ സേവിച്ചിട്ടും
ദൈവനാമത്തിനു വേണ്ടി വിശ്വസ്തയോടെ നിന്നിട്ടും ജീവിതത്തിൽ മാറി 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 വെളിപ്പെടുന്ന ചില പ്രത്യേക സാഹചര്യങ്ങളുടെ നടുവിൽ എല്ലാവരും എന്ത് ചെയ്യണമെന്നറിയാതെ മനസ്സുരുകി മുന്നോട്ട് പോകുന്ന പ്രിയ ദൈവ പൈതലേ, ദൈവാത്മാവ് പറയുകയാ നിങ്ങളോട്, കർത്താവ് ഹല്ലേലൂയ ആരും കാണാത്ത ഒരു വഴി നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കണ്ണിൽ ഒരു വഴിയുമില്ലായിരിക്കും, എല്ലാ വാതിലും അടഞ്ഞു കാണും. ഹല്ലേലൂയ. അതുകൊണ്ടാ ഹല്ലേലൂയ പുറപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, പീഹോരത്തിൽ വന്ന് അകപ്പെട്ടു പോയ ജനം. അല്ലെങ്കിൽ ശത്രുക്കൾ നോക്കിയിട്ട് പറയാ, ഇനി ഇവൻ അഡ്മിഷൻ കിട്ടത്തില്ല, ഇനി ഇവൻ എൻട്രൻസ് കിട്ടത്തില്ല, ഇനി ഇവന്റെ ഭാവിക്ക് പ്രതീക്ഷയില്ല, അവൻ കിടപ്പില്ല, ഇനി അവൻ എഴുന്നേൽക്കത്തില്ല. ഹല്ലേലൂയ. പക്ഷേ ശത്രുപക്ഷവും മിത്രപക്ഷവും ഒരുപോലെ വെല്ലുവിളിച്ചു നിൽക്കുമ്പോൾ ദൈവം മോശയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, മോശേ നീ മുന്നോട്ട് പോ. അടുത്ത ചോദ്യം, മുന്നോട്ട് പോയാൽ എന്തിയ വഴി? അതും സമുദ്രത്തിന്റെ മുമ്പിലല്ലേ പോയി നിന്നത്, അവിടെ എന്തിയ വഴി? യെസ്, മനുഷ്യൻ കാണാത്ത വഴിയാ കർത്താവ് ഒരുക്കുന്നത് കേട്ടോ. ഉടനരകൽക്കമന വൈശ്വസിയ, വിശ്വസിക്കാമോ? എൽസൺ സണ്ണി ഹല്ലേലൂയ UP ഹല്ലേലൂയ പ്രയർ ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കുഞ്ഞേ. ദൈവത്തിന്റെ ആത്മാവിന്ന് നിങ്ങളോട് വ്യക്തമായി നിങ്ങളോട് വ്യക്തിപരമായി പറയുകയാ, മനുഷ്യൻ കാണാത്തത് ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദൈവം ഒളിപ്പിച്ചു വെച്ച ഒരു വഴി. ഹല്ലേലൂയ. അത് മനുഷ്യർക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ. ഹല്ലേലൂയ. അത് നമുക്കും കാണാൻ പറ്റത്തില്ല. എപ്പം വരെ? ഹല്ലേലൂയ കാല് ചവിട്ടുന്നത് വരെ. ഹല്ലേലൂയ. സമയം ഹല്ലേലൂയ കഴിഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ ഇനിയും ഒരു മാർഗം എന്റെ മുൻപിൽ തുറക്കത്തില്ലെന്ന് പറഞ്ഞ് നമ്മൾ തന്നെ നമ്മുടെ പ്രതീക്ഷയെ അടച്ചു കളയുമ്പോൾ കുഞ്ഞെ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ പോലും അറിയാതെ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവിക വാതിൽ, ഒരു വഴി, അത് ഞാൻ തുറക്കും കേട്ടോ. ഉടാന ശംദരലകമസ്യ, വിശ്വസിച്ചങ്ങ് ഏറ്റെടുത്ത കുഞ്ഞെ. അതുജന ഘടകസ്യ, നോക്കിയാൽ സമുദ്രം പോലെ പരന്നു കിടക്കുകയാ. അടകസ്യ, അതിന്റെ അടിയിൽ ഒരുക്കപ്പെട്ട ഒരു കോൺക്രീറ്റ് റോഡ് ഉണ്ടെന്ന് ഹല്ലേലൂയ മനുഷ്യ ബുദ്ധിക്ക് ഹല്ലേലൂയ ചിന്തിക്കാൻ കഴിയത്തില്ലെങ്കിൽ കുഞ്ഞെ, നിനക്ക് വേണ്ടിയും ആർക്കും ചിന്തിക്കാൻ കഴിയാത്തൊരു വഴി ഞാൻ അത് ആത്മാവിൽ അറിയുന്നു. അതുന ജഗൽഖമന വൈശ്വസിയ, വിശ്വാസത്തോടെ ഇന്ന് രാത്രിയിൽ ഏറ്റെടുക്കുക. ഹല്ലേലൂയ. ഹാഗാർ പറഞ്ഞു, എന്നെ കാണുന്നവന് ഞാൻ ഇവിടെയും കണ്ടുവോ? യെസ്. ഞാൻ ആ പുറപ്പാടിലേക്ക്, പഴയ നിയമത്തിലേക്ക് പിന്നെ വരാം. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ തന്നെ വരാം, കാരണം നമ്മൾ പുതിയ നിയമ വിശ്വാസികളല്ലേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പൗലോസ് ഹല്ലേലൂയ ഹല്ലേലൂയ പൗലോസിനോട് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു. എന്തോ വാഗ്ദത്തം? നീ റോമയിൽ നിൽക്കണം. ഹല്ലേലൂയ. നീ കൈസരിയിൽ നിൽക്കണം, നീ റോമയിൽ നിൽക്കണം. ഹല്ലേലൂയ. വാഗ്ദത്തം എന്തുവാ? നീ റോമയിൽ നിൽക്കണം. ഹല്ലേലൂയ. ഈ വാഗ്ദത്തം കേട്ട പൗലോസ് ഹല്ലേലൂയ റോമയിൽ നിന്നോ? റോമയിൽ നിന്നു. വലിയ കാര്യമാണോ? ഹല്ലേലൂയ. വലിയ കാര്യമാ. ഹല്ലേലൂയ. എന്താ? റോമയിൽ നിൽക്കാതെ വണ്ണം ഹല്ലേലൂയ പൗലോസിന്റെ ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പിലും ഹല്ലേലൂയ അടിച്ച കൊടുങ്കാറ്റ് അടാറകൽ ഭൗഷസിയാന്തര അവർണ്ണനീയമാ ദൈവമക്കളെ. ദൂരാന കശാന്തൽ ഖമന വൈശ്വസിയാന്തര അതുല റകൽഖന വൈശ്വസിയ. രാജേശ്വരി കുഞ്ഞെ, ദൈവത്തിന്റെ ആത്മാവ് പറയുകയാ ഹല്ലേലൂയ ഒന്ന് മാറി അതർക്കശസിയാതര. സംഭവം കാറ്റ് തന്നെയാ, പക്ഷെ പല രീതിയിൽ അടിക്കുന്നേ. മന്ദമായിട്ടടിക്കും, ചിലപ്പോ ഈശാനമൂലനായിട്ടടിക്കും, അല്ലെങ്കിൽ ചിലപ്പോ കൊടുങ്കാറ്റായിട്ടടിക്കും, ചിലപ്പം വഴി കാണാതെ ഭാരപ്പെടും, അല്ലെങ്കിൽ ചിലപ്പോ അങ്ങോട്ട് പോകണമോ ഇങ്ങോട്ട് പോകണമോ എന്ന് അറിയാതെ ഒരു കൺഫ്യൂഷണൽ സ്റ്റേറ്റിൽ കൊണ്ടുപോയി നിർത്തും. അല്ലേ? ഹല്ലേലൂയ. സത്യമല്ലേ? പക്ഷെ ദൈവം പറയുക, എതിലേ കൂടി പോയാലും അവസാനം ദൈവം നിന്നെ നിർത്തുന്ന ഒരു വാഗ്ദത്ത ഭൂമിയുണ്ട്, ഒരു വിടുതലിന്റെ സ്ഥലമാ, അതൊരു അത്ഭുതത്തിന്റെ കരമാ, അതൊരു ദൈവപ്രവൃത്തിയുടെ പൂർണ്ണതയാകട്ടോ. കേട്ടത് വെളിപ്പെടുന്ന സമയം. അല്ലെങ്കിൽ എന്നോ കേട്ടതാ, എന്നോ കേട്ട് മറന്നുപോയതാ കുഞ്ഞെ. ഇന്ന് രാത്രി ഒന്ന് വിശ്വസിക്കാമോ? എന്നെ ദൈവം നിർത്താമെന്ന് പറഞ്ഞ സ്ഥലത്ത്, എന്നെ ദൈവം കൊണ്ട് എത്തിക്കാമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഹല്ലേലൂയ ദൂതൻ ഇറങ്ങി വരും. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ ഞാൻ മുന്നോട്ട് പോകുകയാ. ഹല്ലേലൂയ പൗലോസ് റോമയിലേക്ക് പോകുവാൻ, അർത്ഥാൽ വാഗ്ദത്തത്തിലേക്ക് പോകുവാൻ ഇത്തല്ലേക്കുള്ള കപ്പലിൽ കയറി. ആരാ? ഹല്ലേലൂയ പൗലോസ്. വാഗ്ദത്തത്തിന്റെ ആദ്യത്തെ ഘട്ടമാ.
ഇത്തിലേക്ക് പോകാനുള്ള കപ്പലിലേക്ക് കയറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. 10ാം ക്ലാസ്സിലും 12th ഒക്കെ കഴിയുമ്പോൾ നമ്മളെല്ലാം ഓട്ടോഗ്രാഫ് എഴുതും അല്ലേ? അല്ലേ? ജീവിതമാകുന്ന കപ്പലിൽ, ലോകമാം തിരമാലയിൽ, അല്ലേ? വീണ്ടും കാണാമെന്ന പ്രത്യാശയോടെ. നിങ്ങൾ ആരും എഴുതിയിട്ടില്ലെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ആരും ഓട്ടോഗ്രാഫ് എഴുതിയിട്ടില്ലയോ? ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ കേട്ടിട്ടില്ലയോ? ഹല്ലേലൂയ. അല്ലേ? കടലാകുന്ന ഈ വലിയ ലോകമാകുന്ന ഈ കടലിൽ എന്തുവാ, തിരമാലകൾ അടിച്ചു വരുമ്പോൾ എന്നെ മറക്കല്ലേ സോദരി, അല്ലെ? നമ്മൾ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടല്ലേ? അതുപോലെ ഹല്ലേലൂയ, ഹല്ലേലൂയ, തിരമാലകളിൽ പോകണം എന്ന് പറഞ്ഞല്ല ഈ പൗലോസ് കപ്പലിൽ കയറിയത്. റോമയിലെത്താൻ വേണ്ടി കയറിയതാ. വാഗ്ദത്തത്തിലേക്കുള്ള പുറപ്പാടാ. ഇന്ന് രാത്രിയിലും ഞാൻ ദൈവത്തിന്റെ മക്കളെ നിങ്ങളോട് പറയട്ടെ, ഉടവന ശംദര ലഖന ശംദേ ലിഖനഗശസിയാന്തര. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മളെല്ലാം ആ വാഗ്ദത്തത്തിലേക്ക് ഹല്ലേലൂയ എത്തിച്ചേരാനുള്ള ഒരു ജീവിതമല്ലേ ഈ ഭൂമിയിൽ തുടങ്ങിയത്? ഹല്ലേലൂയ. നമ്മുടെ എല്ലാം ഹല്ലേലൂയ വാഗ്ദത്ത ദേശം എന്തുവാ? നമ്മുടെ എല്ലാം വാഗ്ദത്ത ദേശം കനാൻ, സ്വർഗീയ കനാനാണ്, അല്ലെ? അവിടെ നമ്മളെല്ലാം ഈ തുടങ്ങിയവരാ. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ വാഗ്ദത്ത ദേശമായ റോമയിൽ എത്തിച്ചേരുവാൻ പൗലോസ് എടുത്തു ആദ്യത്തെ കപ്പൽ. പൗലോസിന്റെ കയ്യിൽ ഒരു ഹാൻഡ് കപ്സ് ഉണ്ട്, ബന്ധനമുണ്ട്. ബന്ധനസ്ഥനായ പൗലോസ് കടന്നു പോകുന്നത് വാഗ്ദത്തം ഉള്ളവനായി ഹല്ലേലൂയ ആഴിട്ടാണെങ്കിലും മനുഷ്യരുടെ കണ്ണിൽ ഹല്ലേലൂയ വാഗ്ദത്ത നിവർത്തിയിലേക്ക് പോകുന്ന, റോമയിലേക്ക് പോകുന്ന പൗലോസിന്റെ കയ്യിൽ ഒരു ബന്ധനമുണ്ട്. ഹല്ലേലൂയ. പൗലോസിനൊരു പേരുണ്ട്, അവൻ തടവുകാരനാ. മനസ്സിലാകുന്നുണ്ടോ? ഈ ലോകയാത്രയിൽ ഹല്ലേലൂയ നാം സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി പേരുകൾ കിട്ടുമല്ലേ? അല്ലേ? ഒത്തിരി പേരുകൾ കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി പേരുകൾ വിളിച്ച് നമ്മെ ഈ ലോകം അപമാനിക്കും, അല്ലേ? ഹല്ലേലൂയ. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞോണം. ഹല്ലേലൂയ. കാരണം പേര് തിരുത്താൻ സമയമായി. കൊലപാതകൻ എന്ന് പറഞ്ഞവനെ നോക്കിക്കൊണ്ട് ഒരു സമൂഹം വിളിച്ചു പറഞ്ഞു, ഇവൻ ഒരു ദേവനാണെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ അപമാനം സഹിച്ചുകൊണ്ട് ഈ മരുഭൂ പ്രയാണം വാഗ്ദത്തത്തിലേക്ക് ഹല്ലേലൂയ ഒന്ന് കൊണ്ടെത്തി ചേർക്കുവാൻ ഹല്ലേലൂയ സാറാ ശംദൽ കസിയ ശ്രമിക്കുന്നതിനിടയിൽ കേൾക്കുന്ന അപമാനങ്ങൾ, നിന്ദകൾ ഹല്ലേലൂയ വലിയ മഹത്വത്തിലേക്കുള്ള ഹല്ലേലൂയ കാൽച്ചുവടുകളാണെന്ന് ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവർ ആത്മമണവാളനൊരു ആരാധന അർപ്പിച്ച് ദൈവമക്കളെ, ആദ്യത്തെ കപ്പൽ കയറി ഹല്ലേലൂയ കപ്പൽ കയറി 27-ാം അധ്യായം 4-ാം വാക്യത്തിൽ എത്തിയപ്പോൾ വാഗ്ദത്തത്തിന് വിരുദ്ധമായി അടിച്ച ആദ്യത്തെ കാറ്റ് ഹല്ലേലൂയ. പൗലോസും കൂട്ടരും യാത്ര ചെയ്യുന്ന കപ്പലിന് നേരെ ആദ്യം അടിക്കുന്ന കാറ്റ്, വചനം ഇങ്ങനെ വായിക്കുന്നു, കാറ്റ് പ്രതികൂലമാകയാൽ അവര് കുപ്രോസ് ദ്വീപിന് മറപറ്റിയോടി. ഇവിടെ ഞാൻ ഒരു മിനിറ്റ് നിൽക്കാം. ഈ കാറ്റടിക്കുമ്പോ സംഭവിക്കുന്നത് എന്തുവാ? ഹല്ലേലൂയ, നമ്മുടെ കയ്യിൽ നിന്നും ആ കൺട്രോൾ അങ്ങ് മാറും, അല്ലേ? അല്ലല്ലേ? കഴിഞ്ഞ നാളുകളിൽ അടിച്ച ചില കാറ്റുകൾ നമ്മുടെ കയ്യിലെ ചില സാമ്പത്തിക ഭദ്രതയെ തകർത്ത് കളഞ്ഞില്ലേ? ഇന്നലകളിൽ അടിച്ച ചില കാറ്റുകൾ നമ്മുടെ ജീവിതത്തിന്റെ സമാധാനത്തെ തകർത്ത് കളഞ്ഞില്ലേ? ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ അടിച്ച ചില കൊടുങ്കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മളെ എവിടെ കൊണ്ട് എത്തിച്ചു? മറപറ്റി ഓടുവായ്പ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ആശ്രയിച്ചോടുക, അല്ലേ? ഹല്ലേലൂയ. സ്വാതന്ത്ര്യമായിട്ട് ഓടി വന്ന കപ്പല, പക്ഷെ ഈ കാറ്റടിച്ചതോടെ എന്ത് സംഭവിച്ചു? മറ്റൊരാളുടെ സഹായത്തോടെ ഇപ്പൊ ഓടേണ്ടി വരികയാ. സഹായിച്ചില്ലെങ്കിൽ, ഇനി ഒരാൾ കലം തുറന്നില്ലെങ്കിൽ, ഇനി ഒരാൾ മറപറ്റാൻ നമുക്ക് മറപിടിക്കാനില്ലെങ്കിൽ, മുന്നോട്ടോടാൻ കഴിയാത്ത വിധത്തിൽ ജീവിത ഭാരം അലകശംതര ഹലസ്യാന്തര നമ്മുടെ ജീവിതത്തെ എന്ത് സംഭവിക്കുകയാ? മുന്നോട്ടുള്ള നമ്മുടെ പ്രതീക്ഷയ്ക്ക് അല്ലെങ്കിൽ വിലങ്ങുതടിയാകുന്ന മണ്ഡലത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് പറയുന്നു, സിസ്റ്റർ ബിനി സാബു കുഞ്ഞെ, ദൈവാത്മാവ് പറയുന്നു, ഉടയവനെ മാത്രം നീ ഒന്ന് പറ്റിച്ചേര്. നിനക്ക് വേണ്ടി ഉടയവൻ ഇറങ്ങി വരും.
ഇന്നലകളിൽ ഹല്ലേലൂയ മറപറ്റി ഓടേണ്ട അനുഭവങ്ങളുടെ നടുവിൽ കുഞ്ഞെ അൽക്കാമശക്കസിയാസിയ ആരും അറിയാതെ ഹല്ലേലൂയ കുപ്രോസ് ദീപം എന്നല്ല, ക്ലേത്താ ദീപം എന്നില്ല, അതുജകനകക്ഷസിയ മറ്റുള്ളവരുടെ ആശ്രയം സ്വാശ്രയം മാറി മറ്റുള്ളവരുടെ ആശ്രയത്തിൽ ഓടിയ പൗലോസിനെ പോലെ ഇന്നലകളിൽ നിന്റെ ജീവിതം അരാധികാനകശന്തരെ മറപറ്റി ഓടിയ അനുഭവങ്ങളിലൂടെ നീ കടന്നുപോയെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അല്ലെങ്കിൽ ഒറ്റയ്ക്കോടാനുള്ള ധൈര്യം പ്രാപിച്ചോ. അതിൽ കംസി ഇന്നലകളിൽ നിന്റെ വാക്കിനു വില തരാത്ത ചില മണ്ഡലങ്ങളെ ഞാൻ എടുത്തു മാറ്റി അസാധാരണമായി നിന്റെ വാക്കിന് വില തരുന്ന രീതിയിൽ ഞാൻ ചില സാഹചര്യങ്ങളിലൂടെ നിന്നെ കടത്തിവിടുമെന്ന് ദൈവാത്മാവ് പറയുന്നു. കുഞ്ഞെ, ഇന്നലകളിൽ നിന്റെ സ്വന്തം ബുദ്ധിക്ക് അവർ വാക്കു തന്നില്ലെങ്കിൽ എന്റെ ഉടയവൻ പറഞ്ഞതിനെ വിശ്വസിക്കുന്ന മണ്ഡലങ്ങൾ നിന്റെ മുൻപിൽ തുറന്നു വരുന്ന നാളുകളുണ്ട് കേട്ടോ. മറവറ്റിയോടിയ മണ്ഡലങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് അമരത്തുറങ്ങുന്ന ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്നും ഞാൻ ദൂതനെ ഇറക്കി നിന്റെ ഉടയവനും നീ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ മഹത്വം ഞാൻ വെളിപ്പെടുത്തി ഞാൻ ചിലതിനെ ദാനമാക്കി നിന്റെ കരങ്ങളിൽ തരുന്ന നാളുകളുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂതറിയിക്കുന്നു. സന്തോഷമുള്ളവർ ഹല്ലേലൂയ ആ ദൈവത്തിനൊരു മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, കാറ്റ് പ്രതികൂലമായി വീശിക്കഴിഞ്ഞാൽ നമ്മുടെ നഷ്ടമാകും. പിന്നെ നമ്മൾ ഇന്നലെ വരെ ഹല്ലേലൂയ സ്വാതന്ത്ര്യത്തോടെ നയിച്ചോണ്ടിരുന്ന ഈ കപ്പലിന്റെ കൺട്രോൾ പിന്നെ കാറ്റങ്ങ് ഏറ്റെടുക്കും. കാറ്റേറ്റെടുത്താൽ കാറ്റിന്റെ ലക്ഷ്യം നിന്നെ എത്തിക്കേണ്ടത് കൊണ്ട് എത്തിക്കത്തില്ല. ഇന്ന് പകൽക്കാലവും ദൈവാത്മാവ് ആരൊക്കെയോ നോക്കി ദൂത് പറയുക കേട്ടോ. എത്തിക്കത്തില്ലെന്ന് വെല്ലുവിളിച്ചു നിൽക്കുന്ന ചില ദുഷ്ടമണ്ഡലങ്ങളെ തകർക്കുവാൻ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങാൻ സമയമായി. കർത്താവിന്റെ ദാസിയെ ശക്തമായി പ്രാർത്ഥിച്ചോ കേട്ടോ. ഒരു ശുഭ തുറമുഖം അവർ എത്തിയെങ്കിലും ആ ശുഭ തുറമുഖം അവർക്ക് ശുഭമായി ഭവിക്കാതെ വന്നപ്പോൾ അവർ അവിടെ നിന്നും എന്തു ചെയ്തു? അടുത്ത പട്ടണത്തിലേക്ക് അവർ പോയി ശീതകാലം കഴിക്കാൻ വേണ്ടി അടുത്ത പട്ടണം അവർ തിരഞ്ഞെടുത്തു. പക്ഷേ അവിടെ നിന്നും അവരുടെ ജീവിതത്തിൽ അടിച്ച ചില കൊടുങ്കാറ്റ് എന്ത് ചെയ്തെന്നറിയാമോ? ജുഡമന ശംദൽക്കസിയ അവരുടെ ഡയറക്ഷനെ മാറ്റിവിട്ടു. ദൈവത്തിന്റെ ദാസിയെ ദൈവാത്മാവ് പറയുക, അമരം തകർന്നു പോയിട്ടും ഹല്ലേലൂയ പലകയിൽ പിടിച്ച ആ ജനം അക്കരെ എത്തിയതുപോലെ ദൈവം ഈ ദിവസങ്ങളിൽ ചില കരുതലുകൾ തന്ന് നിന്നെ അക്കരെ എത്തിക്കാൻ ശക്തനാണെന്ന് ഇന്ന് രാത്രിയിൽ ഒന്ന് ഉറച്ചു വിശ്വസിക്കാൻ കഴിയുമോ? റീമാന ശാന്തൽ കമനകക്ഷസിയ എവിടേക്കോ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയാലും കുഞ്ഞെ, ദൈവത്തിലുള്ള നിന്റെ പ്രതീക്ഷ കൈവിടരുത് കേട്ടോ. കാരണം അവൻ ശക്തനാണ്. എത്തിക്കേണ്ടടുത്ത് കൊണ്ട് എത്തിക്കുവാൻ, വാഗ്ദത്തം നിവർത്തീകരിക്കുവാൻ, പൂർത്തീകരിക്കപ്പെടേണ്ട ചിലതിനെ പൂർത്തീകരിക്കുവാൻ. ഇത് അണ്ടർലൈൻ ഇട്ട് എഴുതിക്കോ. പൂർത്തീകരിക്കപ്പെടാതെ കിടക്കുന്ന ചില മണ്ഡലങ്ങളെ പൂർത്തീകരിക്കാൻ ആത്മാവ് പറയുന്നു, ഞാൻ എന്റെ ദൂതനെ അയക്കും കേട്ടോ. സിസ്റ്ററെ വിശ്വസിക്കുന്നെങ്കിൽ ആ കരങ്ങളെ ഉയർത്തി അപ്പനൊരു മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ദൈവത്തിനൊരു മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ. ഇവിടെ എന്താ പറ്റിയതെന്നറിയാമോ? ഹല്ലേലൂയ ഇവിടെ കാറ്റടിച്ചപ്പം ഹല്ലേലൂയ കയ്യിലെ കൺട്രോൾ പോയിട്ട് പിന്നെ അവരെന്തോ ചെയ്തെന്നറിയാമോ? ഹല്ലേലൂയ പിന്നെ അവരുടെ കപ്പൽ തന്നെ പോയി. ഹല്ലേലൂയ കപ്പൽ ഹല്ലേലൂയ പിന്നെ അവർ അവിടെ നിന്നും ഹല്ലേലൂയ മറ്റൊരു ഹല്ലേലൂയ സംവിധാനം ഒരുക്കേണ്ടി വന്നു. ഹല്ലേലൂയ അവർ അപ്പം വരെ വന്ന ആ സംവിധാനത്തിൽ നിന്ന് മാറി മറ്റൊരു സംവിധാനത്തിലേക്ക് കയറി. ഹല്ലേലൂയ അവിടെ നിന്നും ഹല്ലേലൂയ പിന്നെയോ അവർ എന്ത് ചെയ്തെന്നറിയാമോ? ഹല്ലേലൂയ അവര് പ്രയാസത്തോടെ അവരെത്തുകയാ. ഈ പ്രയാസത്തോടെ അവരെത്തേണ്ടി വരുന്നതിന്റെ കാരണം കാറ്റാ. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് താഴോട്ട് വായിപ്പിക്കാത്ത, നിങ്ങൾ വീട്ടിൽ പോയി 27 അധ്യായം ഫുള്ള് വായിക്കണം. കാറ്റ് സമ്മതിക്കത്തില്ല. അല്ലെങ്കിൽ പ്രശ്നക്കാരൻ ഈ കാറ്റാ. ദൈവമക്കളെ, അല്ലെങ്കിൽ പണ്ട് യേശു ശിഷ്യന്മാരും യാത്ര ചെയ്ത ആ ഹല്ലേലൂയ പടകിൽ കാറ്റടിച്ചു അല്ലേ? നമുക്കറിയാവുന്ന സംഭവമാ. കർത്താവ് ശാസിച്ചത് ആരെയാ? കടലിനെ ശാസിച്ചില്ല, തിരയെ കർത്താവ് ശാസിച്ചത് കാറ്റിനെയാ. കാരണം ഹല്ലേലൂയ നാം കാണാത്ത ചില മണ്ഡലം നമ്മുടെ കുടുംബത്തെ തകർത്തു കളയുക, നമ്മുടെ മിനിസ്ട്രിയെ തകർത്തു കളയുക, ഹല്ലേലൂയ നമ്മുടെ തലമുറകളെ
തകർത്തു കളയുവാൻ അടിയില കാറ്റിന്റെ ഉത്ഭവം നാം കാണാത്ത മണ്ഡലത്തില്. അതുകൊണ്ട് കർത്താവ് ശ്വാസിച്ചത് ഹല്ലേലൂയ ആ കാറ്റിനെയാ. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലവും ചില കാറ്റുകൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചില മണ്ഡലത്തിന്റെ കൺട്രോൾ ഏറ്റെടുത്തുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ അതിന്റെ ഹല്ലേലൂയ താണ്ഡവ നൃത്തമാടുമ്പോൾ ഇന്ന് രാത്രിയിൽ ചില കാറ്റിനെ ശാസിക്കുവാൻ അരുമനാഥൻ നിങ്ങളുടെ ജീവിതമാകുന്ന പടകൾ ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിച്ച് ദൈവത്തിനൊരു മഹത്വം കൊടുക്കാൻ തയ്യാറാകുന്നെങ്കിൽ നോക്കിക്കേ ദൈവമക്കളെ, കപ്പൽ മാറിയത് കൊണ്ട് കാര്യമാകുന്നില്ല. പ്രശ്നക്കാരനാ കടലിലെ കാറ്റാ. ഹല്ലേലൂയ ദൈവമക്കളെ, പ്രയാസത്തോടുകൂടി ഹല്ലേലൂയ അവർ എവിടെ എത്തിച്ചേർന്നു? പ്രയാസത്തോടുകൂടി അവര് ക്നീദോസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു. ഹല്ലേലൂയ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ രണ്ടാമതും അവരുടെ ജീവിതത്തിൽ ഒരു പരാശ്രയത്തിന്റെ നിഴലാടിക്കത്തുകയാ. ഹല്ലേലൂയ ക്രേത്താദ്വീപിനെ മറപറ്റി ഓടി. ദൈവമക്കളെ ഒന്ന് ഓർത്തു നോക്കിക്കേ. ഒറ്റലുയ ഇവര് വിചാരിച്ചു കപ്പല് മാറിക്കഴിഞ്ഞ കാര്യം ശരിയാകുമെന്ന്. ഇല്ല, സ്ഥലം മാറിയിട്ടും ഹല്ലേലൂയ സഭ മാറിയിട്ടും ഹല്ലേലൂയ ജോലി മാറിയിട്ടും ഹല്ലേലൂയ ഹല്ലേലൂയ പ്രയാസത്തിന് മാറ്റമില്ല. മറപറ്റി ഓടാൻ തന്നെയാ വിധി. അല്ലെ, ഇന്ന് രാത്രിയിലും ഹല്ലേലൂയ വിധിയെ പഴിച്ചുകൊണ്ട് ഇതിൽ ചിലരായിരിക്കുന്നു. കർത്താവേ, എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും ഹല്ലേലൂയ ഒറ്റയ്ക്കൊന്നും ഓടാൻ പറ്റുന്നില്ലല്ലോ. എന്നും ഒരു പരാശ്രയക്കാരിയെ പോലെ മറവറ്റി ഓടുന്ന ഒരു അനുഭവത്തിന്റെ നടുവിലൂടെ കടന്നു പോകേണ്ടി വരുന്നല്ലോ എന്ന് ഭാരപ്പെടുന്ന കർത്താവിന്റെ ദാസിയെ സിസ്റ്റർ ആൻസി ജോർജ് കുഞ്ഞെ ദൈവാത്മാവ് ഇന്ന് രാത്രിയിൽ ഒരു ദൂത് കൈമാറുകയാ കേട്ടോ. മറപറ്റി ഓടുന്ന കാലത്തിനൊരു വിരാമം കുറിക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ ശാബാനകസിയ ഒരു തുറമുഖം, ഒരു കര ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു. അവരവിടെ ഇറങ്ങി. ഹല്ലേലൂയ ആ ദേശം അവരെ കൈക്കൊണ്ടു. ആ ദേശത്തിന്റെ നന്മ അവരെ നിറച്ചു കൊടുത്തു. ഇന്നലകളിൽ ശൂന്യമാക്കപ്പെട്ട കപ്പലിൽ നിറച്ചു കയറ്റിയതുപോലെ കുഞ്ഞെ നിന്റെ ജീവിതമാകുന്ന പടകിൽ ഒരു ദൈവപ്രവൃത്തി ഞാൻ അയക്കുമെന്ന് ഹല്ലേലൂയ ഇന്ന് രാത്രി ഒന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ഇന്നലകളിൽ ഇന്നലകളിൽ എവിടേക്കോ ഹല്ലേലൂയ 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 ഡിപ്പെൻഡ് ചെയ്ത് ഓടിയ അനുഭവത്തിൽ നിന്നും മറവറ്റി ഓടുകയ മറ്റൊരാളുടെ ആശ്രയം തേടി ഓടുന്ന അനുഭവത്തിൽ നിന്നും ഒറ്റയ്ക്കോടുവാൻ നിനക്ക് ഞാനൊരു ശുഭ തുറമുഖം തരാൻ പോവുകയാ. ഒരു മറുകര നീ അണയാൻ പോവുകയാ. ഒരു മറുതീരം നീ കാണാൻ പോവുകയാ. രാത്രിയിൽ അല്ലെങ്കിൽ വിശ്വസിക്കാൻ തയ്യാറായാൽ എന്റെ ഉടയവനും അല്ല നിന്റെ ഉടയവൻ, നീ സേവിക്കുന്ന നിന്റെ ദൈവം ഹല്ലേലൂയ നോക്കി ഇന്ന് രാത്രിയിൽ പറയുന്നു കുഞ്ഞെ, ഒരു കര നീ അണയും. ഒരു ദ്വീപിനെ നീ മുട്ടി വീഴുമെങ്കിലും ആ ദ്വീപ് നിന്നെ വിഴുങ്ങിക്കളയത്തില്ല. മുട്ടി വീഴുന്ന ദ്വീപിൽ നിനക്കൊരു ഹല്ലേലൂയ പര്യാവസാനമുണ്ട്, ഒരു സമാപ്തിയുണ്ട്, ഒരു പൂർണ്ണതയുണ്ട്. അവിടെ നിനക്ക് അല്ലെങ്കിൽ ഒരു സ്വസ്ഥതയുണ്ട്. അവിടെ നിനക്കൊരു സമാപ്തിയുണ്ട്. അവിടെ നിനക്കൊരു പുനർജനനമുണ്ട്. അവിടെ നിനക്കൊരു ഉദ്ധാരണമുണ്ട്. വിശ്വസിക്കുന്നതിന് കരമുയർത്തി ദൈവത്തിനൊരു മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ ആത്മാവ് ഒരു വാക്ക് പറയുമ്പോ ചാടിപ്പിടിക്കണം. എന്താണെന്നറിയാമോ? ഹല്ലേലൂയ അവസരം കിട്ടുന്നിടത്ത് ചാടി വീഴണം. പത്രോസിനെ പോലെ കടലിന്റെ മീതെ നടന്ന യേശുവിനെ കണ്ടപ്പോൾ ആഗ്രഹം തോന്നിയ ഹല്ലേലൂയ പത്രോസ് യേശുവിനോട് പറയുക. ഹല്ലേലൂയ വേറെ ആർക്കും തോന്നിയില്ലല്ലോ ആഗ്രഹം. എനിക്കൊന്ന് നടക്കാൻ പറ്റുമോ? ചരിത്രം കൊണ്ട് പോയി ഗിന്നസ് ബുക്കിൽ പേര് കിട്ടിയല്ലേ. ഗിന്നസ് ബുക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ചരിത്രത്തിൽ കടലിൽ മീതെ നടന്ന യേശുവിനൊപ്പം നടന്ന ഒരേ ഒരാൾ പത്രോസ് അല്ലേ. എന്തുകൊണ്ടാ? അവൻ ചാടി ഇറങ്ങി. ഹല്ലേലൂയ പെട്ടെന്ന് പ്രതികരിക്കുന്നത് ചിലപ്പം തിന്മയാണെങ്കിൽ ചിലപ്പം നല്ലതിനാ കേട്ടോ. ദൈവിക വിഷയത്തിൽ നമ്മൾ ചാടി പ്രതികരിക്കണം. ഹല്ലേലൂയ ദൈവാത്മാവ് ഒരു കാര്യം പറയുമ്പോൾ ചാടി പിടിച്ചോണം. ഹല്ലേലൂയ ആൻസി സിസ്റ്ററോട് പറയുന്ന ദൂത് ഹല്ലേലൂയ ചാടി പിടിക്കുന്നത് ആരുണ്ടോ ഹല്ലേലൂയ എന്നോടുകൂടെ ഇടപെടണമേ കർത്താവേ, ഇത് എനിക്കുള്ള ദൂതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ചാടി പിടിച്ചോ, നിങ്ങൾക്കുള്ള ദൂത. ഹല്ലേലൂയ ദൈവാത്മാവ് ഹല്ലേലൂയ അങ്ങനെയാ പ്രതികരിക്കുന്നത്. ഹല്ലേലൂയ ദൈവത്തിന്റെ മക്കളെ, ഞാൻ
മുന്നോട്ട് പോകട്ടെ. അവര് ഷൽമോനയ്ക്ക് നേരെ ഓടുകയാ. അവിടെ അവർ ഒരു വിധത്തിൽ അവര് പ്രയാസത്തോടെ അവരെത്തി. അല്ലെങ്കിൽ ആ പ്രയാസത്തോടെ ആ ഷൽമോനയ്ക്ക് അവരെത്തിയത്. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവരൊരു ശുഭ തുറമുഖം കണ്ടു. അല്ലെ, നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാ അല്ലെ? ഒരു പരിധി വരെ നമ്മൾ പ്രയാസപ്പെട്ട് കടബാധ്യതയെല്ലാം തീർത്തോ ഒതുങ്ങി ശരിയായി സെറ്റിലായി എന്നൊക്കെ ചിന്തിക്കുമ്പോഴതേ അടുത്ത പ്രശ്നം അല്ലെ. നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെയല്ലേ പോകുന്നത്? എന്റെ പൊന്നു ദൈവമക്കളെ, ഈ പ്രശ്നമൊന്നും നമുക്കില്ലായിരുന്നെങ്കിൽ നമ്മൾ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുവോ? കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഈ പദ്ധതിയിൽ നമ്മൾ എത്തുവോ? കർത്താവിനെ വല്ലതും നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നോ? അല്ലേലെ ചില സമയങ്ങളിലൊക്കെ വരുന്ന പ്രതികൂലം എന്തിനാന്നറിയാമോ? നമ്മൾ ആരാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്താൻ, അല്ലെ നമ്മുടെ ദൈവം ആരാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്താനാ. അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് പൗലോസിന്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ പൗലോസിന്റെ കപ്പലിൽ പൗലോസ് കയറിയ ആ കുടുംബമാകുന്ന കപ്പലിൽ അടിച്ച കൊടുങ്കാറ്റ് എന്തിനായിരുന്നു? പൗലോസിന്റെ ദൈവത്തെ വെളിപ്പെടുത്താൻ അല്ലയോ ദൈവമക്കളെ? അല്ലല്ലോ 1,276 പേര് വരുന്ന ജനത്തെ ദൈവം ദാനമായി അവരുടെ പ്രാണനെ, അവരുടെ ആത്മാവിനെ പൗലോസിന്റെ കയ്യിൽ കൊടുക്കാനായിരുന്നല്ലേ ആ കൊടുങ്കാറ്റുകൾ ആ ജീവിതങ്ങളിൽ ആഞ്ഞടിച്ചത്? എന്റെയും നിന്റെയും ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകൾ അനേക ആത്മാക്കളുടെ വിടുതലിന് കാരണമായി തീരുമെന്ന് വിശ്വസിക്കാൻ കഴിയുമോ? എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. റോമയിൽ നിർത്താൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. കർത്താവിന് കാറ്റിനെ ശാസിക്കാൻ കഴിയും, കർത്താവിന് കൊടുങ്കാറ്റിനെ ശാസിക്കാൻ കഴിയും. എന്നിട്ടും ദൈവം അത് അനുവദിച്ചത് എന്തുകൊണ്ടോ? കൊടുങ്കാറ്റിന്റെ നടുവിലും ഇറങ്ങി വരുന്ന ദൈവത്തെ ഒരു കപ്പലിലുള്ള 276 പേർ അറിയുമോ? ദൈവജനമേ, ചിലപ്പോഴൊക്കെ ഒന്നിച്ച് കഷ്ടപ്പെടും ചിലരോട് കൂടെ നാം. ഹല്ലേലൂയ. യോഗ്യരായിട്ടില്ല, പക്ഷേ നമ്മെ കൂടെ ദൈവം അതിന്റെ ഉള്ളിൽ പെടുത്തും. എന്തിനാണെന്നറിയാമോ? അല്ലെങ്കിൽ നാം സേവിക്കുന്ന ദൈവത്തിന്റെ മഹത്വം നമ്മോട് കൂടെയുള്ളവർ അറിയണം, നമ്മുടെ ദേശം അറിയണം, നമ്മുടെ സമൂഹം അറിയണം. ഇന്ന് രാത്രിയിലും എത്ര പേർ വിശ്വസിക്കുന്നു, ഞാൻ ഈ കാറ്റിൽ അകപ്പെട്ടത്, ഞാൻ ഈ ഹല്ലേലൂയ തകർച്ചയിൽ അകപ്പെട്ടത് എനിക്ക് ചിലതിനെ രക്ഷിപ്പാൻ, ചില പ്രാണങ്ങളെ ദാനമായി നൽകുവാൻ എന്റെ ദൈവത്തിന് പ്രസാദമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തിയ ദൈവത്തിനൊരു മഹത്വം കൊടുത്ത് കുഞ്ഞെ ദൈവാത്മാവ് പറയുന്നു, നിന്നെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, ഒരു വ്യത്യസ്തമായ പദ്ധതി. അടകശ്വസ സമർപ്പിക്കാൻ തയ്യാറായാൽ ഒരു വ്യത്യസ്ത പദ്ധതിക്ക് വേണ്ടി ഹല്ലേലൂയ ഞാൻ നിന്നെ സൂക്ഷിച്ചു കൊണ്ടുവരികയാ കേട്ടോ. അടകൽ ഭ്രമണകക്ഷസിയ ജീവിതത്തിന് ഏതൊക്കെ ഡയറക്ഷനിലൂടെ നീ ഡീവിയേറ്റ് ചെയ്ത് പോയാലും അടകസിയ ഫൈനൽ ഡെസ്റ്റിനേഷൻ, ആ ലക്ഷ്യസ്ഥാനം, നിന്റെ വാഗ്ദത്ത സ്ഥാനം, ദൈവം അവിടെ നിന്നെ കൊണ്ടെത്തിക്കും. വിശ്വസിക്കുന്നു ദൈവദാസി? അതുജനഘടകസിയ കർത്താവിന് നിന്നെ കുറിച്ചൊരു പ്രത്യേക പദ്ധതി ഉണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂത് ഇന്ന് രാത്രി കൈമാറുകയാ. അടരാലകക്ഷസിയ 276 പേരടങ്ങുന്ന കപ്പലിൽ പോയ മറ്റുള്ളവരെ കുറിച്ചുള്ള ഒരു വാഗ്ദത്തമല്ല പൗലോസിനുണ്ടായിരുന്നത്. എന്നതുപോലെ കുഞ്ഞേ, നിന്റെ കുടുംബത്തിൽ ചാർച്ചക്കാരുടെ നടുവിൽ നിന്നെ കുറിച്ച് ദൈവത്തിന്റെ ഒരു പ്രത്യേക പദ്ധതി ഉണ്ട് എന്ന് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുകയാ. ഈ പദ്ധതിയിലേക്ക് എന്റെ ദൈവം നിന്നെ നടത്തുമ്പോൾ ചില ഡീവിയേഷനുകൾ സംഭവിക്കും. ജീവിതത്തിൽ സംഭവിക്കുന്ന ഡീവിയേഷനുകളെ വാഗ്ദത്തത്തിന്റെ യാത്രകളാക്കി ഞാൻ മാറ്റി, വാഗ്ദത്തം നിവർത്തിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ഞാൻ നിന്നെ സംരക്ഷിച്ച് എത്തപ്പെടേണ്ട വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് ഞാൻ നിന്നെ എത്തിക്കുവാൻ ശക്തനാണെന്ന് ആത്മാവ് ഇന്ന് ദൂത് പറയുമ്പോൾ ഈ ദൂതിന്റെ മുൻപിൽ നീ ആമേൻ പറഞ്ഞു ഏറ്റെടുക്കാൻ തയ്യാറാണോ? യെസ്, ദൈവമഹത്വം കാണും നിശ്ചയം. ആമേൻ. സന്തോഷമുള്ളവർ അരുമനാഥനൊരു മഹത്വം കൊടുത്തേ ദൈവമക്കളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കൂടാതന ശംദര ലഖനഗക്ഷസിയ മറവറ്റി പ്രയാസത്തോടെ ഹല്ലേലൂയ ശുഭതുറമുഖത്തെത്തി. ഹല്ലേലൂയ ശുഭതുറമുഖത്ത് നിന്നും ഹല്ലേലൂയ അവർ ശീതകാലം കഴിക്കാൻ ഫൊയ്നിക്ക ക്രേത്തദ്വീപിൽ പോയി. പക്ഷേ പൗലോസ് അവിടെ നിന്ന് ഒരു ബുദ്ധി ഉപദേശം കൊടുത്തു. അത് പൗലോസിന്റെയാ കേട്ടോ, ദൈവത്തിന്റെ അല്ല, പൗലോസിന്റെയാ. എങ്കിലും അല്ലെങ്കിൽ ദൈവത്താൽ നടത്തപ്പെടുന്ന മനുഷ്യൻ അല്ലെങ്കിൽ പറയുന്നതെല്ലാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതായിരിക്കും. പൗലോസ് പറഞ്ഞൊരു കാര്യം ചെയ്യ്, ഈ യാത്രയിൽ കപ്പൽ മാത്രമല്ല എന്ന് പറഞ്ഞാൽ സാമ്പത്തിക നഷ്ടം മാത്രമല്ല, ഭൗതിക നഷ്ടം മാത്രമല്ല, നമ്മുടെ ജീവനും അപഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, ഹല്ലേലൂയ, നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ കേക്ക് എന്ന് പൗലോസ് പറഞ്ഞപ്പോൾ ആ ശതാധിപൻ വാക്ക് കേട്ടില്ല. അങ്ങനല്ലേ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ നന്മയ്ക്ക് വേണ്ടി പലതും പറയും, കുഞ്ഞുങ്ങൾ അതൊന്നും കേൾക്കത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനോടാവട്ടെ, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോടാകട്ടെ, ദൈവാത്മാവുള്ളൊരു മനുഷ്യൻ പറയുന്ന വാക്കുകളെ സ്വീകരിക്കാൻ നാം തയ്യാറാകാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റർ ആവട്ടെ, അല്ലെങ്കിൽ ദൈവാത്മാവിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കാത്തത് കൊണ്ട് നഷ്ടങ്ങളെല്ലാം ഉണ്ടാകും. അവസാനം എല്ലാം പോയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ അയ്യോ പറ്റിപ്പോയി, ഹല്ലേലൂയ, അല്ലെ? നമ്മുടെയൊക്കെ അനുഭവം അല്ലേ? അപ്പൊ നമ്മൾ പറയും അയ്യോ അങ്ങനെ ചെയ്യണ്ടായിരുന്നു, ആ വാക്കങ്ങ് കേട്ടാ മതിയായിരുന്നു, അങ്ങ് അനുസരിച്ചാ മതിയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഞാൻ ഇവിടെ നിന്നുകൊണ്ടൊരു കാര്യം പറയാം. ദൈവാത്മാവുള്ള മനുഷ്യന്റെ വാക്കിനെ അവര് ഹല്ലേലൂയ നിരസിച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? അവരുടെ കപ്പലിലുള്ള സകല സമ്പത്തും അവർ കടലിലേക്ക് എറിയേണ്ടി വന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവാത്മാവിൽ ഒരു ദൂത് കൈമാറാം. ജീവിതത്തിൽ ദൈവം നമ്മോട് പറയുന്നതിനെ ഹല്ലേലൂയ കണ്ണടച്ച് വിശ്വസിച്ച് ദൈവം പറയാൻ പോകുന്നിടത്ത്, ദൈവം നിൽക്കാൻ പറയുന്നിടത്ത്, ദൈവം ഹല്ലേലൂയ ജീവിക്കാൻ പറയുന്നിടത്ത്, ദൈവം ചെയ്യാൻ പറയുന്നതിനെ ചെയ്യാൻ ഇന്ന് രാത്രിയിൽ എത്ര പേർ തയ്യാറാകും? ആ ശതാധിപൻ ആ വാക്ക് കേട്ടില്ല. അതുകൊണ്ട് നഷ്ടം ആർക്കാ? പൗലോസിന് ഒരു നഷ്ടവും ഇല്ല, നഷ്ടം മുഴുവൻ ഹല്ലേലൂയ അവർക്കെല്ലാവർക്കും നഷ്ടമുണ്ടായി. ഹല്ലേലൂയ. എന്താ അതുകൊണ്ട് സംഭവിച്ചതെന്നറിയാമോ? റൂട്ട് അങ്ങ് മാറിപ്പോയി. പൗലോസിന്റെ റൂട്ടിലൂടെ പോയായിരുന്നെങ്കിൽ ഒഴിവാക്കാമായിരുന്ന പല സ്ഥലങ്ങളിലും ഇവർ കുടുങ്ങി. ഹല്ലേലൂയ. ഇവരുടെ കപ്പൽ തകർക്കപ്പെട്ടു. ദൈവമക്കളെ, ജീവിതം തകരുന്നതിന് മുൻപേ ദൈവിക വാഗ്ദത്തങ്ങളെ, ദൈവിക വചനങ്ങളെ അല്ലെങ്കിൽ ഏറ്റെടുക്കാനുള്ളൊരു മനസ്സ്, ഒരു ആറ്റിറ്റ്യൂഡ്, മനോഭാവം നമുക്ക് വേണം. പൗലോസിന്റെ വാക്കിനെ അനുസരിക്കാതെ വന്നപ്പോൾ ശതാധിപൻ അനുസരിച്ചത് ആരുടെ വാക്കിനെയാണെന്നറിയാമോ? മാലൂമിയുടെ കപ്പലുടമയുടെ വാക്കിനെ അല്ലെങ്കിൽ ശതാധിപൻ അനുസരിച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചു? ഏറ്റവും വലിയ പ്രതികൂലം, ഏറ്റവും വലിയ തകർച്ച, ഏറ്റവും വലിയ നഷ്ടം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നു. എന്ത് സംഭവിച്ചെന്നറിയാമോ? പിടിച്ചാൽ കിട്ടാതെ പോലെ ഈശാനമൂലനാറ്റ് ഹല്ലേലൂയ കൊടുങ്കാറ്റങ്ങ് അടിച്ചു. ഹല്ലേലൂയ അവരുടെ പ്രാണൻ അപകടത്തിലായി. ഹല്ലേലൂയ അവിടെ നിന്നുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഹല്ലേലൂയ ഭാരപ്പെടണ്ട, ഹല്ലേലൂയ എന്റെ ഉടയവനും ഞാൻ സേവിക്കുന്ന ദൈവവും എന്റെ അടുക്കൽ തന്റെ ദൂതനെ അയച്ചിട്ട് പറയുകയാ, നിങ്ങളുടെ പ്രാണന് ഒരു ഭംഗവും വരികയില്ല. എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോടൊരു ഉറപ്പ് പറയാം. ഹല്ലേലൂയ ഞാൻ സേവിക്കുന്ന ദൈവവും എന്റെ ഉടയവനും ഇന്ന് രാത്രി നിങ്ങളോട് പറയുകയാ, നിങ്ങളുടെ പ്രാണന് ഒരു ഭംഗവും സംഭവിക്കത്തില്ല. ഇന്ന് രാത്രിയിൽ രോഗത്തിന്റെ ബാധയിൽ തകർന്നു കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ തലമുറകളുടെ ഭാവിയെ ഓർത്ത് തകർന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇന്ന് രാത്രിയിൽ? ഹല്ലേലൂയ ആത്മീക ചൂഷണം, ആത്മീകമാകുന്ന തകർച്ചകളിൽ തകർന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കർത്താവേ, ഇനി എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും? ഞാൻ ഇവിടെ പെട്ടുപോയി, ഞാൻ ഇവിടെ കുടുങ്ങിപ്പോയി. അവരവിടെ കുടുങ്ങിപ്പോയി ദൈവമക്കളെ, ഈ കപ്പൽ അവിടെ കുടുങ്ങിപ്പോയി. ഈശാന മൂലൻ ഹല്ലേലൂയ ശക്തമായിട്ട് അടിച്ച് കപ്പലിന്റെ നിയന്ത്രണം പോയി. കപ്പൽ നാനാവിധമായി അവർ ചുറ്റിക്കെട്ടാൻ നോക്കി, അവർ പായിറക്കി. അതെല്ലാം അസാധാരണമായ ഹല്ലേലൂയ തകർച്ചയിലേക്ക് നയിക്കപ്പെട്ടു. അമരം പോലും തകർന്നുപോയി. കപ്പൽക്കാർ ഓടി രക്ഷപ്പെടാൻ നോക്കി. ഒന്ന് ഓർത്തു നോക്കിയേ, ഹല്ലേലൂയ തെരഞ്ഞെടുക്കപ്പെട്ട വാഗ്ദത്തമുള്ള പൗലോസിനെതിരെ നേരിട്ട വെല്ലുവിളികളാ ഇതെല്ലാം. ദൈവമക്കളെ, ജീവിതത്തിന്റെ തകർച്ചകൾ മാറി മാറി നമ്മുടെ കുടുംബത്തിൽ ആഞ്ഞടിക്കുമ്പോൾ നോക്കി നിൽക്കേ, കുടുംബത്തിന്റെ നടുവിൽ അല്ലെങ്കിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങൾ, തലമുറയുടെ വിഷയത്തിൽ അസ്ഥിരതയുടെ നാളുകൾ, 14 ദിവസം സൂര്യൻ ഉദിക്കാത്ത ദിനരാത്രങ്ങളിലൂടെ ഒരു 276 അടങ്ങുന്ന കപ്പൽ കടന്നു പോകുന്ന ഒരു ചിന്താ മണ്ഡലം ഒന്ന് ഓർത്തു നോക്കിക്കേ. നിങ്ങളെ എല്ലാം ഞാനൊരു അനുഭവത്തിലേക്ക്, ആ ഒരു അനുഭവത്തിലേക്ക്, കടൽ കണ്ടിട്ടുള്ളവരല്ലേ, അതിന്റെ നടുവിൽ ഒരു കപ്പലിൽ 276 ചന്ദ്രനില്ല, സൂര്യനില്ല, ഇരുട്ടിന്റെ ആഴത്തിലേക്ക് ഹല്ലേലൂയ വഴുതി വീണപ്പോൾ കപ്പലിലുള്ളവർ പറഞ്ഞു, ഇനി രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. കൊച്ചുമോളാന്റെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ ഒരു ദൂത് കൈമാറാം.
എത്രയോ പ്രാവശ്യം രക്ഷപ്പെടുവാനുള്ള ആശ നശിച്ചു പോയി. എത്രയോ പ്രാവശ്യം കപ്പൽ തകർന്നുടഞ്ഞു പോയല്ലേ. അടജകനകസ് ഇനിയും രക്ഷപ്പെടുവാനുള്ള ആശ ഇല്ലെന്ന് ഉള്ളിന്റെ ഉള്ളിൽ ഹല്ലേലൂയ ചിന്തിച്ച നാളുകളിലൂടെ കടന്നുപോയി. ദൈവാത്മാവ് പറയുന്നു, കുഞ്ഞേ, നിന്നെ ഞാൻ റോമയിൽ കൊണ്ട് നിർത്തും കേട്ടോ. ആ നാളുകൾക്ക് മുൻപേ കേട്ട ഒരു വാഗ്ദത്തമല്ലേ, ഞാൻ നിന്നെ റോമയിൽ നിർത്തും. അക്ഷരാർത്ഥത്തിൽ നിന്നെ നിർത്തും. അക്ഷരാർത്ഥത്തിൽ ഞാൻ നിർത്തും. ദൈവാത്മാവ് പറയുന്നു, ഇന്നലകളിൽ കപ്പൽ തകർന്നിട്ടും നീ തകർന്നു പോകാഞ്ഞത് എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുള്ളത് കൊണ്ടാ. ആ ദൈവത്തിന്റെ പദ്ധതി റോമയിൽ ഞാൻ നിന്നെ നിർത്തും. എങ്കിലും അതിന്റെ മുൻപും ചില പട്ടണങ്ങൾ നീ ഹല്ലേലൂയ നീ കവർ ചെയ്യാനുണ്ട്. ചില ദ്വീപുകൾ നീ കവർ ചെയ്യാനുണ്ട്. ചിലർ നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ചില മെലീത്തകൾ നിന്റെ മുൻപിലുണ്ട് കുഞ്ഞേ. നീ ആരാണെന്ന് വെളിപ്പെടുത്തുന്ന മെലീത്തകൾ, നീ ആരാണെന്ന് വെളിപ്പെടുത്തുന്ന ചില മെലീത്തകൾ കുഞ്ഞെ, ഇന്ന് രാത്രി നീ വിശ്വസിക്കുക. ഇന്നലെ വരെ കൊലപാതകൻ എന്ന് വിളിച്ചവന്റെ മുൻപിൽ നീ ദേവനാണെന്ന് വെളിപ്പെടുത്താൻ നിനക്ക് വേണ്ടി ഞാൻ ചില മെലീത്തകൾ ഒരുക്കുകയാണ്. വിശ്വസിച്ചേറ്റെടുത്ത ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ കയറിയിറങ്ങുന്ന രാത്രിയായി മാറുകയാണ് നമ്മുടെ ജീവിതം. എത്ര പേർ റിസീവ് ചെയ്യുന്നു? റിസീവ് ചെയ്യുന്നവരെല്ലാം ആ ദൈവത്തിനൊരു മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. Praise you, Jesus. ഹല്ലേലൂയ. ദൈവമക്കളെ, എന്താ സംഭവിച്ചതെന്നറിയാമോ? പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ കാറ്റിന്റെ വേഗത ശക്തമായി ഈശാന മൂലൻ അടിച്ചു. കയ്യിൽ നിന്നും കപ്പൽ പാറിപ്പോയി. ഹല്ലേലൂയ. കയ്യിൽ നിന്നും കപ്പൽ പാറിപ്പോയി. അർത്ഥാൽ ഹല്ലേലൂയ, കപ്പൽ കയ്യിൽ നിന്ന് അങ്ങ് പാറിപ്പോയെന്ന്. മുഴു നിയന്ത്രണവും കാറ്റങ്ങ് ഏറ്റെടുത്തു. നമുക്ക് റോൾ ഒന്നുമില്ല. രാത്രിയിൽ ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന എത്ര പേർ ഇതിന്റെ നടുവിലുണ്ട്? ഒന്ന് ഹല്ലേലൂയ കുടുംബത്തിന്റെ നിയന്ത്രണം, ഹല്ലേലൂയ തലമുറയിലുള്ള ഒരു നിയന്ത്രണം ഒന്നുമില്ല. മുഴുവൻ അങ്ങ് കാറ്റങ്ങ് ഏറ്റെടുത്തു. പാറിപ്പോയെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കപ്പലിലാണോ? കപ്പലില്ല. പക്ഷെ കപ്പൽ അങ്ങ് പാറി നടക്കുക. ഹല്ലേലൂയ. കപ്പിത്താൻ റോളില്ല, ആർക്കും റോളില്ല. റോള് മുഴുവൻ കാറ്റങ്ങ് ഏറ്റെടുത്തു. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന ദൈവദാസിമാരെ, ദൈവദാസന്മാരെ, നിങ്ങളോട് ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാം. ഇന്നലകളിൽ കുടുംബത്തിൽ ആഞ്ഞടിച്ച കാറ്റ്, സഭയിൽ ആഞ്ഞടിച്ച കാറ്റ്, ദേശത്താഞ്ഞടിച്ച കാറ്റ്, ഹല്ലേലൂയ കലാലയങ്ങളിൽ ആഞ്ഞടിച്ച കാറ്റ്, സമൂഹത്തിൽ ആഞ്ഞടിച്ച കാറ്റ് നമ്മുടെ ജീവിതത്തിന്റെ ആ കൺട്രോൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ആത്മാവ് ദൂത് പറയുന്നു, പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ, ഹല്ലേലൂയ, പൂർണ്ണ സ്വസ്ഥതയോടെ, പൂർണ്ണ സമാധാനത്തോടെ, പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ, പുതിയ മണ്ഡലങ്ങളിൽ, യെസ്, ഷീറ മസിയ ഷൈജൻ, ഇഫ് ഐ എം റൈറ്റ്, കർത്താവിന്റെ ദാസനെ, ഹല്ലേലൂയ, പേര് കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇഫ് ഐ എം റോങ്, ഐ എം സോറി. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ മകനോട് ദൈവത്തിന്റെ ആത്മാവ് രാത്രിയിൽ ഇടപെടുകയാണ്. ശബനഘടകസിയ, പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ, ഒരു പൗലോസിന്റെ മേൽ അഭിഷേകത്തിന്റെ അഗ്നിനാളം അടൽക്കസിയ വീഴ്ത്തപ്പെട്ടപ്പോൾ ചുറ്റിയിരുന്ന അണലിയെ താൻ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിഞ്ഞു. കർത്താവിന്റെ ദാസനെ, ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ? അതുന ജഗൽക്കസിയ, കരമുയർത്തി ഒന്ന് പ്രതികരിക്കണമേ. യെസ്. അതുന ജഗൽക്കമന വൈശ്വസിയ, യെസ്. അതനാറികൾ കമന വൈശ്വസിയ, അതുൽക്കസനാദികൾ കമന വൈശ്വസിയ. ദൈവാത്മാവ് പറയുക, ഈ ദിവസങ്ങളിൽ കുടഞ്ഞു കളയുവാൻ ദൈവാത്മാവ് പറയുന്നു. കുടഞ്ഞു കളയണം. ചിലതെല്ലാം വെളിപ്പെടാൻ പോവുകയാ കേട്ടോ. കുടഞ്ഞു കളയാൻ തയ്യാറാണെങ്കിൽ നിന്നെ ഒതുക്കിക്കെട്ടുവാൻ ശ്രമിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ടോ? നീതി ദേവി, അല്ലെങ്കിൽ അവനെ ജീവിക്കാൻ സമ്മതിച്ചില്ലെന്ന് മാറി നിന്ന് പറഞ്ഞ ബർബരന്മാരുടെ മുമ്പിൽ പെട്ടിയിലാക്കാൻ വന്ന നീതി ദേവിയെ പെട്ടിയിലാക്കിയ വാഗ്ദത്തമുള്ള ഭക്തനെ ദൈവം പുറത്തെടുത്തതുപോലെ കർത്താവിന്റെ ദാസനെ നിങ്ങളോട് ദൈവം ഒരു ദൂത് പറയാം കേട്ടോ. അടൽ പ്രമന ഗടൽ
മെലീത്തയുടെ ദ്വീപിൽ ഹല്ലേലൂയ പൗലോസിന്റെ പേര് മാറ്റി, പൗലോസിന്റെ പദവി മാറി, സ്വാതന്ത്ര്യത്തോടെ ഇന്നലകളിൽ കൺട്രോൾ ചെയ്ത സകല കാറ്റിന്റെ പ്രതികൂലങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ട് അടൽ പ്രമസിയ അരുമനാഥന്റെ കരം തീയിൽ വെളിപ്പെട്ട അഭിഷേകത്തിന്റെ ശക്തി, ഹല്ലേലൂയ അണലിയുടെ ശക്തിയെ കുടഞ്ഞു കളഞ്ഞ അതിന്റെ അന്തിമ വിരാമം ഇട്ടുകൊണ്ട് ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടതുപോലെ ഇന്ന് രാത്രിയിൽ ആത്മാവ് ദൂത് കൈമാറുകയാ. ദൈവദാസനെ, കുടഞ്ഞു കളഞ്ഞൊന്ന് എഴുന്നേൽക്കുവാൻ, സട കുടഞ്ഞൊന്ന് എഴുന്നേൽക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ മെലീത്തയുടെ ദ്വീപ് സ്വാതന്ത്ര്യത്തിന്റെ ദ്വീപാകാൻ പോകുകയാ. ഇന്നവരെ കയ്യിലിരുന്ന ഹല്ലേലൂയ ബന്ധനം ഇനി ഇല്ല, കൂടെ ചുറ്റിക്കെട്ടിയ അണലിയുടെ വ്യാപാരമില്ല. പകരം സ്വാതന്ത്ര്യത്തോടെ ഒരു പുബ്ലിയോസിന്റെ വാതിൽ തുറക്കപ്പെട്ടു. കേട്ടോ, കർത്താവിന്റെ ദാസനെ ഇത് ഏറ്റെടുത്ത് എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. ഒരു പുബ്ലിയോസിന്റെ വാതിൽ തുറക്കപ്പെട്ട ആർക്കു വേണ്ടി? ചുടബന തെകൽക്കസി. എന്തിനു വേണ്ടി? റഗൽക്കമന വൈശ്വസിയ പൗലോസിന് റോമയിൽ ഒരു സ്വാതന്ത്ര്യം ലഭിക്കുവാൻ. ഹല്ലേലൂയ മെലീത്തയിൽ ഹല്ലേലൂയ പൗലോസിന് വേണ്ടി പുബ്ലിയോസിന്റെ വാതിൽ തുറക്കപ്പെട്ടതുപോലെ ആത്മാവ് ദൂത് പറയുന്ന ഒരു വാഗ്ദത്തത്തിന്റെ മുന്നോടിയായി ഞാൻ ചില വാതിലുകൾ തുറക്കാൻ പോവുകയാ. ദൈവദാസനെ, വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞ് റിസീവ് ചെയ്തോ. പലതും അടക്കപ്പെട്ടു, അല്ലെങ്കിൽ പലതും സ്വാതന്ത്ര്യത്തെ ഹനിക്കുമാർ ഡീവിയേഷനിലൂടെ ഒക്കെ കടന്നുപോയിരിക്കാം. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, എത്ര ഡയറക്ഷൻ മാറി ഓടിയാലും വാഗ്ദത്തം ചെയ്തവൻ വിളിച്ചവൻ വിശ്വസ്തനെന്ന് ഇന്ന് രാത്രിയിൽ പൂർണ്ണമായി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറഞ്ഞ് ദൂത് ഏറ്റെടുത്തു. ഒരു മെലീത്തയിൽ വെളിപ്പെട്ട ദൈവമഹത്വം ഹല്ലേലൂയ പൗലോസിന്റെ പേര് മാറ്റി, പദവി മാറ്റി, ഹല്ലേലൂയ സ്റ്റാറ്റസ് മാറ്റിയെങ്കിൽ പുറത്തു കൊണ്ടുവരും. കേട്ടോ, വിശ്വസിച്ചുകൊണ്ട് ആ ദൈവത്തിനൊരു മഹത്വം കൊടുത്തേ. ചുടകസി എല്ലാവരും കരങ്ങളെ ഉയർത്തി ആ ദൈവത്തിന്റെ ദാസനോട് ചോർന്ന് ദൈവത്തിനൊരു മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മളെ ഹല്ലേലൂയ വിശ്വസിക്കുന്നവരുടെ കൂട്ടമായി മാറണം. അത് നമ്മൾ മാത്രം കേൾക്കുന്ന ദൂതല്ല, മറ്റൊരാൾക്ക് വേണ്ടി പറയുന്ന ദൂതും നമ്മൾ ഒരുമിച്ച് അങ്ങ് വിശ്വസിക്കണം. അപ്പോസ്തല പ്രവൃത്തിയിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഏക മനസ്സും ഏക ഹൃദയവുമായിരുന്നു. അപ്പോൾ നമ്മൾ ആർക്ക് വേണ്ടി ദൂത് പറഞ്ഞാലും നമ്മളെല്ലാം ആരാ? ഒരു വഞ്ചിയിൽ യാത്ര ചെയ്യുന്നവരാ, സിയോൻ പ്രയാണികളാ. നമ്മളെല്ലാവരും ഒരേ സ്ഥലത്തേക്ക് പോകുന്നവരാ. അപ്പൻ പണിയുന്ന ആ ദൈവസഭയുടെ അംഗങ്ങളാ നമ്മൾ. IPC ഷാരോൺ ചർച്ചക്കോടല്ല, കർത്താവ് പണിയുന്ന ഹല്ലേലൂയ ഇന്റർനാഷണൽ സഭയുടെ ആ ഡിവൈൻ സഭയുടെ അംഗങ്ങളാ നമ്മൾ. അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന ദൂത് എനിക്കല്ല എന്നോർത്ത് വിശ്വസിക്കാതിരിക്കരുത്. ആർക്കു വേണ്ടി പറഞ്ഞാലും നമ്മൾ ഒരുമിച്ച് അതങ്ങ് വിശ്വസിച്ച് ഏറ്റെടുക്കണം. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയത്തോടെ വിശ്വസിച്ചപ്പോൾ അവിടെ അത്ഭുതം നടന്നു. രാത്രിയിൽ നാം കേൾക്കുന്ന ഓരോ ദൈവിക ദൂതുകൾ നമ്മൾ ഒരുമിച്ച് വിശ്വസിക്കുമ്പോൾ കേൾക്കപ്പെടുന്ന ദൂതുകൾ അതത് കുടുംബത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കരം അനുകൂലമായി ഇന്ന് രാത്രി ചലിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ശിവനഗടക സന്തരൽ കമനഗച്ഛസിഹ. ഞാൻ മുന്നോട്ട് പോകട്ടെ ദൈവമക്കളെ. പ്രതിസന്ധികളെല്ലാം അസ്തമിച്ചു. അവസാനം എത്തിയപ്പോൾ കൂടെ ഉണ്ടായവർ, അങ്ങനല്ലേ? ഒരു പ്രതിസന്ധി വരുമ്പോൾ കൂടെ അപ്പം വരെ നടത്തിയവർ ഇറങ്ങിപ്പോകും അല്ലേ? അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ പറയും നിന്റെ കയ്യിലിരിപ്പാ. ഹല്ലേലൂയ, യെസ്, ഹല്ലേലൂയ, താങ്ക് യു സിസ്റ്റർ. ഹല്ലേലൂയ. ഈ കൊച്ചുമോൾ സിസ്റ്ററെ ഓർത്ത് ഞാൻ ഒത്തിരി സ്തുതിക്കുന്നു. ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുക. ചില ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ ദൈവത്തെ അറിയാതെ ദൈവത്തിന് നന്ദി പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണെന്നറിയാമോ? പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തിന്റെ വചനത്തെ മാത്രം ആശ്രയമാക്കി ജീവിച്ച ചിലരുണ്ട്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ദാസി US-ലാണ്, നേരിട്ട് കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അനുഭവങ്ങളുടെ ഹല്ലേലൂയ തകർച്ചകളുടെ വലിയ ആഴക്കയറ്റിലൂടെ കടന്നുപോയൊരു ദേവദാസിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്റെ ബൈബിളിൽ ഞാൻ എപ്പോഴും അത് ഞാൻ പറയും, കാരണം നമുക്കൊക്കെ മാതൃകയാണ്. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും സന്തോഷിപ്പിച്ച വചനം മാത്രം നമ്മൾ അണ്ടർലൈൻ ചെയ്യും. ആ ദൈവദാസിയുടെ ബൈബിളിൽ അണ്ടർലൈൻ ചെയ്യാൻ ഇനി ഒരു വാക്യമില്ല. ഇപ്പൊ ഞാനത് കണ്ടിട്ട് ഞാൻ മനസ്സിൽ ആ ദൈവദാസിയോട് പറഞ്ഞില്ല. ഞാൻ ചോദിച്ചു, ഇതെന്താ എല്ലാ വാക്യവും അണ്ടർലൈൻ ചെയ്തേ? പ്രിയ മക്കളെ, കർത്താവിന്റെ വചനം ഉവ്വ എന്നുള്ളതാ. കേട്ടോ, എല്ലാ വചനത്തിനും ജീവനുണ്ട്. അത് സന്തോഷിപ്പിക്കുമ്പോൾ മാത്രം ജീവനായി വെളിപ്പെടുന്നതല്ല. ഏത് സമയത്തും ഏത് വചനവും കർത്താവിന്റെ വചനം, ദൈവത്താൽ എഴുതപ്പെട്ട, ദൈവാത്മാവിൽ എഴുതപ്പെട്ട വചനം നമ്മുടെ ജീവിതത്തിന് ചൈതന്യവും ഹല്ലേലൂയ ജീവനും. The word of God is powerful and it is life and it is active. ജീവനുള്ള വചനം, ചൈതന്യമുള്ള വചനം.
അതുകൊണ്ട് വചനം വായിക്കുക, വചനം ഏറ്റെടുക്കുക. പോട്ടെ, ഹല്ലേലൂയ. ദൈവമക്കളെ, കയ്യിൽ നിന്ന് കപ്പൽ പോയപ്പം, ഹല്ലേലൂയ, അങ്ങനെയല്ലേ ഒരു കുടുംബം തകർന്നു പോകുമ്പം, ഹല്ലേലൂയ, ഞാൻ കേട്ടിട്ടുണ്ട്, കുടുംബ ജീവിതത്തിൽ പ്രശ്നം വരുമ്പോ ഭർത്താക്കന്മാർ ഇട്ടിട്ട് പോകും അല്ലേ? എത്ര കുടുംബങ്ങൾ അങ്ങനെ ഉണ്ടല്ലേ? സാമ്പത്തികമായ ലോണും കാര്യങ്ങളും കൂടി വരുമ്പം ഇട്ടിട്ട് പോകും. എനിക്കൊരു ആന്റി അറിയാം, മക്കൾ രോഗികളാ, ഇട്ടിട്ട് പോയി. ഹല്ലേലൂയ. എനിക്ക് വേറൊരു ആന്റി അറിയാം, മാനസിക രോഗമുള്ള കുഞ്ഞുങ്ങളായപ്പോൾ ഭർത്താവ് ഇട്ടിട്ട് പോയി. അല്ല, പ്രശ്നം വരുമ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും, സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. അതുവരെ കൊണ്ടുവന്നിട്ട് അവസാന സമയമായപ്പോൾ പ്രതീക്ഷയില്ല, അവര് മരിച്ചോട്ടെ, ഞങ്ങൾ രക്ഷപ്പെടാൻ എന്ന് വെച്ച് ഈ കപ്പൽക്കാർ രക്ഷപ്പെടാൻ വേണ്ടി ഓടുകയാ. അതിന്റെ നടുവിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആത്മാവുള്ളവൻ തിരിച്ചറിഞ്ഞു, ഇവന്മാര് രക്ഷപ്പെട്ടാൽ ഞങ്ങൾ ഇവിടെ തകർന്നു പോകും. ഹല്ലേലൂയ. പൗലോസ് അവരോട് പറഞ്ഞു, ഇവര് രക്ഷപ്പെടാട്ടാൽ നമ്മൾ ഇവിടെ നശിച്ചു പോകും, വിടരുത്. എന്താ ചെയ്തെന്നറിയാമോ? പടയാളികൾ പോയി ആ കയറങ്ങ് അറുത്ത് കളഞ്ഞു. ദൈവമക്കളെ, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ടേ. എത്ര പ്രതിസന്ധിയുടെ നടുവിൽ ഇപ്പം മുങ്ങിപ്പോകുമെന്ന് ചിന്തിച്ചാലും ഒരു ദൈവാത്മാവ് ദൂതനെ പോലെ പൗലോസിലൂടെ അവിടെ ഇടപെട്ടപ്പോൾ പടയാളികൾ നല്ലൊരു ഇടപെടൽ ചെയ്തു. അല്ലെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കാമോ? ഞാൻ നശിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടും കേട്ടോ. ഞാൻ മുങ്ങി എന്ന് ചിന്തിക്കുമ്പോൾ, എന്നെ ഇട്ടിട്ട് ഇവരൊക്കെ രക്ഷപ്പെട്ടു, ഞാനോ നശിക്കാൻ പോകുന്നെന്ന് നിങ്ങൾക്ക് ചിന്തിക്കുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സമ്മതിക്കുന്ന ദൈവമല്ല കേട്ടോ. അല്ലെങ്കിൽ ഒരു പടയാളികളുടെ ഇടപെടൽ, ഒരു പൗലോസിന്റെ ഇടപെടൽ, കപ്പൽക്കാർ രക്ഷപ്പെട്ടില്ല, മുഴുവൻ ജനവും രക്ഷപ്പെട്ടു. വാഗ്ദത്തമുള്ളവൻ കപ്പലിലുണ്ടെങ്കിൽ, വിളിക്കപ്പെട്ടവൻ കപ്പലിലുണ്ടെങ്കിൽ, ഹല്ലേലൂയ, കപ്പലിലുള്ളവർക്ക് രക്ഷയാ. കുഞ്ഞേ, നിന്റെ കുടുംബത്തിൽ, നിന്റെ സഭയിൽ, നിന്റെ ദേശത്തിൽ നീ വിളിക്കപ്പെട്ടവളാണോ? വാഗ്ദത്തമുള്ളവളാണോ? തിരഞ്ഞെടുക്കപ്പെട്ടവളാണോ? നിന്നെ ഓർത്ത് ദൈവം ആ കപ്പലിനെ രക്ഷിക്കും. നിന്നെ ഓർത്ത് ദൈവം ആ കുടുംബത്തെ രക്ഷിക്കും. നിന്നെ ഓർത്ത് ദൈവം ആ സഭയെ രക്ഷിക്കും. നിന്നെ ഓർത്ത് ദൈവം ആ ദേശത്തെ രക്ഷിക്കും. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവർ ശബന ഹതുന റിഗൽഖമന വൈശസിയ അർത്തു ജഗൽഖന ഹംദുര ലിഗൽഖമന വൈശസിയാന്തര റീഗൽഖന ഗൽഖമന വൈശസിയാന്തരേല വൈഡസിയ. പ്രിയ ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ ഞാനും നിങ്ങളും ഹല്ലേലൂയ മുങ്ങിപ്പോയി എന്ന്, നശിച്ചു എന്ന് ശത്രു നമ്മെ നോക്കി പറയാ. കുടുംബത്തിലുള്ളവർ അല്ലെങ്കിൽ അവർ നശിച്ചോട്ടെ, ഞാൻ രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് അവസാന അനുഭവം എത്തുമ്പോൾ നമ്മെ വിട്ടു ഓടിപ്പോകാം, വലിയ ചതിക്കുഴിയിൽ നമ്മെ കൊണ്ടുവന്നിടാം. പക്ഷെ ദൈവാത്മാവ് എന്നെയും നിങ്ങളെയും നോക്കിക്കൊണ്ട് ഇന്ന് രാത്രി ഒരു ദൂത് വിളിച്ചു പറയാം. ഹല്ലേലൂയ. നാശത്തിന്റെ വക്കിൽ നീ എത്തപ്പെട്ടാല്, ഹല്ലേലൂയ, പടകലഞ്ഞ് ഉലഞ്ഞ് തിരയടിച്ചു വലഞ്ഞ് അത്യന്തം നീ തകർന്ന ജീവിതത്തിന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ പ്രതീക്ഷയറ്റവളായി ജീവിതമാകുന്ന ചക്രം തിരിഞ്ഞുരുളാൻ തുടങ്ങിയാല് അമരത്തുള്ളവൻ അവൻ തകർന്നു പോകുന്നില്ല. അമരത്തുള്ളവൻ അവൻ ശക്തനാണ്. അവൻ എഴുന്നേൽക്കും, ഒരു ദിവസം തന്റെ ദൂതനെ അയക്കും കേട്ടോ. എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇടപെടുവാൻ, എന്നെയും നിങ്ങളെയും അക്കരെ എത്തിക്കുവാൻ, ഞാനും നിങ്ങളും പ്രതീക്ഷിക്കുന്ന ശുഭ ഹല്ലേലൂയ ഭാവിയിലേക്ക് എന്നെയും നിന്നെയും കൊണ്ടെത്തിക്കുവാൻ രാത്രിയിൽ എത്ര പേർ വിശ്വസിക്കുന്നു? ശബനക ഹലതുന റഗൽഖന ഗക്ഷസിയാന്തര അർത്തുജാനകൾ കമന വൈശസിയാന്തര. ഹല്ലേലൂയ. പടക് തകർന്ന്, ഹല്ലേലൂയ, പ്രതീക്ഷ നഷ്ടപ്പെട്ട്, ഹല്ലേലൂയ, ഒരു വിധത്തിൽ എത്തപ്പെട്ട ഇവരുടെ ഹല്ലേലൂയ നടുക്കടലിൽ ഹല്ലേലൂയ ഇട്ടേച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച കപ്പൽക്കാർ രക്ഷപ്പെടാൻ സമ്മതിക്കാതെ ദൈവാത്മാവ് പൗലോസിൽ ഇടപെടുവാൻ ഇടയായി. ഹല്ലേലൂയ. ദൈവാത്മാവുള്ളവനാണ് ഹല്ലേലൂയ രക്ഷപ്പെടുത്തുന്നവൻ. ഇന്ന് രാത്രിയിൽ ഞാൻ പറയാം, ദൈവമക്കളെ, ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരാണോ ഞാനും നിങ്ങളും? എന്റെയും നിങ്ങളുടെയും കുടുംബം തകരുന്നതിന് മുൻപേ ദൈവം തന്റെ ദൂതനെ ഇറക്കും. ദൈവാത്മാവ് ഇടപെടും. ദൈവം ഹല്ലേലൂയ രക്ഷയുമായി ഇറങ്ങി വരും. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വസിക്കുക, എന്റെ തലമുറ തകരുന്നതിന് മുൻപേ, എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഞാൻ മുങ്ങിപ്പോകുന്നതിന് മുൻപേ, എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം ഹല്ലേലൂയ തകർക്കപ്പെടുന്നതിന് മുൻപേ, എന്റെ വാഗ്ദത്തങ്ങൾ ഹല്ലേലൂയ ഉടഞ്ഞു പോകുന്നതിന് മുൻപേ, എന്റെ ഹല്ലേലൂയ നങ്കൂരം തകരുന്നതിന് മുൻപേ, എന്റെ അമരം ഹല്ലേലൂയ തകർക്കപ്പെടുന്നതിന് മുൻപേ എന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് വേണ്ടി ഉറങ്ങുന്ന ഒരു ദൈവകരമുണ്ട്. വിശ്വസിക്കുന്നവരെ കരങ്ങളെ ഉയർത്തി ദൈവത്തിനൊരു മഹത്വം കൊടുത്ത് ഹല്ലേലൂയ. ശബനഗടഗസിയാം തെൽക്കമന വൈശസിയാം
റീബൽ ഖമന വൈശൽ ഭ്രമനഘടകസിയ. പ്രിയ ദൈവമക്കളെ, കഷ്ടങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, അത് റോമയിൽ ദൈവത്തിന് നിർത്താൻ കഴിയാത്തത് കൊണ്ടോ കൊടുങ്കാറ്റിനെ ശാസിക്കാൻ കഴിയാത്തത് കൊണ്ടോ അല്ല കേട്ടോ. ഈ കപ്പലിലുള്ളവരെ നമുക്ക് തരാൻ, ഈ സഭയിലുള്ളവരെ, ഈ ദേശത്തുള്ളവരെ, ഹല്ലേലൂയ, നമ്മോട് കൂടെ സഞ്ചരിക്കുന്നവരെ, അവരുടെ ആത്മാക്കളെ, അല്ലെങ്കിൽ ആ ആത്മാക്കളെ, ആ പ്രാണങ്ങളെ ഹല്ലേലൂയ ദാനമായി തരാൻ. അതിന്റെ അർത്ഥം എന്തുവാ? ഇച്ചിരി ആഴമായിട്ട് ആ വാക്യം ഒന്ന് ചിന്തിച്ചപ്പോ എനിക്ക് മനസ്സിലായി. വെളിപ്പാട് ഞാൻ പറയാം. കപ്പലിൽ ഇരിക്കുന്ന പൗലോസ് ബന്ധിക്കപ്പെട്ടവനാ. എങ്കിലും പൗലോസിന്റെ പ്രാർത്ഥന മുഴുവൻ എന്താണെന്നറിയാമോ? കർത്താവേ, ഈ ജനം നിന്നെ അറിയാതെ നശിക്കരുത്, ഈ ജനം നിന്നെ അറിയാതെ ഈ കടല്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്? ആ വാക്യം ആഴത്തിലൊന്നിരുന്ന് അയവിറക്കി ഒന്ന് വായിച്ചാലേ, അല്ലെങ്കിൽ അവിടെ എഴുതിയിട്ടില്ല അങ്ങനെ, പക്ഷെ ഞാൻ വിശ്വസിക്കുക പൗലോസ് അങ്ങനെ പ്രാർത്ഥിച്ച് കാണും. കാരണം ഹല്ലേലൂയ, കാരാഗ്രഹത്തിൽ കടന്ന പൗലോസ് എന്തുവാ പ്രാർത്ഥിച്ചേ? ഈ ബന്ധനം അഴിക്കണേ, ഈ ബന്ധനം അഴിക്കണേ. എന്നോ പൗലോസ് എന്തോ പ്രാർത്ഥിച്ചേ? കർത്താവേ, അവർക്ക്, പുറത്തുള്ളവർക്ക് ആശയാലുള്ള, വിളിയാലുള്ള ആശ അറിയാൻ മനസ്സ് കൊടുക്കണേ. അങ്ങനെയാണെങ്കിൽ കപ്പലിരുന്ന പൗലോസ് എന്തായിരിക്കും പ്രാർത്ഥിച്ചിരിക്കുക? അല്ലെങ്കിൽ കർത്താവേ, ഈ ജനം നിന്നെ അറിയാതെ നശിക്കുന്നതിന് മുൻപേ ഈ ജനം നശിച്ചു പോകരുതേ. അല്ലേ? പൗലോസിനെ കുറിച്ച് ഭാരമില്ല, പക്ഷേ ദൈവത്തെ അറിയാതെ ഈ ജനം നശിക്കരുതേ എന്ന് ഒരു പക്ഷേ ഇടതടവില്ലാതെ പ്രാർത്ഥിച്ച ഒരു പൗലോസിനെ ഞാൻ ആത്മാവിൽ അങ്ങ് കാണുക. ആ പൗലോസിന്റെ കയ്യിലെ 270 പേരെ 275 പേരെയും ദൈവം കൊടുത്തു. നിനക്ക് മനസ്സിലായോ? ദാനം കൊടുത്തെന്ന എന്ന് പറഞ്ഞാൽ സുവിശേഷം പറയാതെ, ഹല്ലേലൂയ, മനസ്സിലായോ? വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാതെ, ഹല്ലേലൂയ, പൗലോസിന്റെ കയ്യിൽ 275 പേരെ കൊടുത്തു. വലിയൊരു മെഗാ ചർച്ചിലുള്ള വിശ്വാസികളായി, അല്ലയോ മക്കളെ? നമ്മൾ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ അതിനൊരു ഔട്ട്കം ഉണ്ട്, അതിനൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ഹല്ലേലൂയ. അല്ലാതെ കർത്താവിന് നേരെ ആ കപ്പൽ റോമയിലോട്ട് വിടാൻ അറിയാത്തത് കൊണ്ടൊന്നും അല്ല, കൊടുങ്കാറ്റിനെ ശാസിക്കാൻ അറിയാത്തത് കൊണ്ടുമല്ല. ഞാനും നിങ്ങളും കടന്നു പോകുന്ന പ്രതിസന്ധികളുടെ നടുവിൽ, എന്നെയും നിങ്ങളെ മുക്കിക്കളയാൻ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിന്റെ നടുവിൽ, നമ്മുടെ ലക്ഷ്യത്തെ മാറ്റിമറിക്കുന്ന, നമ്മുടെ പാതകളെ മാറ്റിമറിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ ഇറങ്ങി വരുവാൻ ദൈവത്തിന് കഴിവില്ലാത്തത് കൊണ്ടല്ല, പകരം ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്താൻ, എന്റെ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്താൻ, ഞാൻ സേവിക്കുന്ന എന്റെ ദൈവത്തെ മറ്റുള്ളവർ കൂടെ അറിയുവാൻ, ഞാൻ അനുഭവിക്കുന്ന നിത്യരക്ഷയുടെ സന്തോഷം അവരിലേക്ക് എത്തിക്കുവാൻ, കൊടുങ്കാറ്റിന്റെ പിന്നിലുള്ള ദൈവിക ഉദ്ദേശം തിരിച്ചറിയുവാൻ ഇന്ന് രാത്രിയിൽ നമ്മുടെ ആത്മദൃഷ്ടി ഒന്ന് പ്രകാശിക്കട്ടെ. ഇന്ന് രാത്രിയിൽ എത്ര പേർ പ്രാർത്ഥിക്കും, കർത്താവേ, ഞാൻ കടന്നു പോകുന്ന ഈ പ്രതിസന്ധി, ഞാൻ അനുഭവിക്കുന്ന ഈ കൊടുങ്കാറ്റുകൾ എന്റെ കുടുംബത്തിലുള്ളവരുടെ രക്ഷയ്ക്ക് കാരണമായി തീരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ സന്തോഷത്തോടെ ഇന്ന് രാത്രിയിൽ എത്ര പേർ പ്രാർത്ഥിക്കും, കർത്താവേ, കൊടുങ്കാറ്റ് ശാസിക്കുന്നതിലധികമായി എന്റെ കൂടെ ഉള്ളവരെ എനിക്ക് ദാനമായി തരണം. ഈ പട്ടണത്തിലുള്ളവരെ, ഈ ദേശത്തുള്ളവരെ, എന്റെ കൂടെ യാത്ര ചെയ്യുന്നവരെ എനിക്ക് ദാനമായി തരണമേ. ഇന്ന് രാത്രി എത്ര പേർ പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ പ്രാർത്ഥിക്കും? ദൈവമക്കളെ, ഈ പൗലോസിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ വന്ന കൊടുങ്കാറ്റുകളെല്ലാം പൗലോസിനെ തകർക്കാനായിരുന്നില്ല, പകരം കൂടെ വരുന്ന 275 പേരെ അല്ലെങ്കിൽ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാൻ, രക്ഷയുടെ സന്തോഷത്തിന്റെ മാർഗം കാണിച്ചു കൊടുക്കുവാൻ, താൻ സേവിക്കുന്ന ദൈവത്തിന്റെ വലുപ്പം കാണിച്ചു കൊടുക്കുവാൻ. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞു കാണും, കണ്ടോ, ഇത്ര കൊടുങ്കാറ്റടിച്ചിട്ടും ഇത്രമാത്രം കപ്പൽ തകർന്നിട്ടും ഒരെണ്ണം മരിച്ചുപോയോ? അല്ലെങ്കിൽ ഒരെണ്ണം മരിച്ചുപോയോ? എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ കപ്പൽ തകർന്ന് ഒരെണ്ണം ജീവിച്ചിരിക്കുന്നത്? കുറച്ച് രക്ഷപ്പെടും, അല്ലേ? പക്ഷേ ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്താൻ, പൗലോസിന്റെ വാക്കിന് വില കൊടുക്കുവാൻ, അല്ലെങ്കിൽ കപ്പലുള്ള സകലത്തെയും രക്ഷപ്പെടുത്തി ദൈവം തന്റെ മഹത്വം കപ്പലിൽ വെളിപ്പെടുത്തി. അലഞ്ഞാടുന്ന അല്ലെങ്കിൽ തിരമാലകളുടെ നടുവിൽ അലമുറയിട്ട് നിലവിളിക്കുന്ന ഹല്ലേലൂയ കപ്പൽ ജീവനക്കാരുടെ നടുവിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടെന്ന ഹല്ലേലൂയ തകർന്നുപോയ ഭാവി പ്രതീക്ഷയുടെ മുൻപിൽ ഹല്ലേലൂയ അലറി മുലവിളിച്ച ഹല്ലേലൂയ കരഞ്ഞു നിലവിളിക്കുന്ന ജനജീവിതങ്ങളുടെ നടുവിൽ ഒരുവൻ നടുവിൽ നിന്നുകൊണ്ട് പറയുന്നു, എനിക്കൊരുടയവനുണ്ട്. അവൻ എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? പൗലോസേ, ഭയപ്പെടേണ്ട. ഇന്ന് ഈ വാഗ്ദത്തം നിങ്ങളെ നോക്കി ഞാൻ പറയുകയാ. ഹല്ലേലൂയ. വത്സലാന്റി, ഭയപ്പെടേണ്ട. സോണി സിസ്റ്ററെ, ഭയപ്പെടേണ്ട. എന്തുവാ? ഞാൻ നിന്നെ കൈസരിയയിൽ നിർത്തും, ഞാൻ നിന്നെ റോമയിൽ നിർത്തും, ഞാൻ നിന്നെ
വാഗ്ദത്തത്തിൽ കൊണ്ടെത്തിക്കും. ഞാൻ നിന്റെ തലമുറയെ അനുഗ്രഹിക്കും. ഞാൻ നിന്നിലൂടെ അനേക ആത്മാക്കളെ ഹല്ലേലൂയ രക്ഷിക്കും. ഹല്ലേലൂയ നിന്നോടുകൂടെ വരുന്നവരെ ഞാൻ നിന്റെ കയ്യിൽ തരും. വിശ്വസിക്കാമോ? 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 ഞാൻ നിന്നോട് പറഞ്ഞ വാഗ്ദത്തം ഞാൻ നിനക്ക് നിവർത്തീകരിച്ചു തരും എന്ന് രാത്രിയിൽ എത്ര പേർ വിശ്വസിക്കുന്നു? രാജകൾക്ക് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. വിശ്വസിക്കുന്നവരുടെ കൂട്ടം അത്ഭുതം കണ്ടു. ഇന്ന് രാത്രി റഹബോത്തിലെ ഹല്ലേലൂയ ഈ വരുന്ന 10-40 ഡിവൈസ് അല്ലെ നമ്മൾ ഒരുമിച്ച് വിശ്വസിക്കാൻ പോവുകയാ. എന്തുവാ? എന്റെ ഉടയവൻ എനിക്ക് വേണ്ടി ഇറങ്ങി വരാൻ പോവുക. എവിടെ ഇറങ്ങി വരുന്നത്? എന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിടത്ത്, എന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിടത്ത്, എന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിടത്ത്, എന്റെ വിശ്വാസം ഹല്ലേലൂയ മാഞ്ഞു പോകുന്നിടത്ത്, അല്ലെങ്കിൽ എന്റെ ഭാവി തകർന്നൊന്ന് വിധിക്കപ്പെടുന്നിടത്ത്, എന്നെ വിട്ട് എല്ലാവരും അകന്നു പോകുന്നിടത്ത്, കാറ്റന്റെ സല്ലിന് കൺട്രോൾ ഏറ്റെടുക്കപ്പെടുന്ന ഈ കടലിന്റെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം. യെസ്, എത്ര പേർ വിശ്വസിക്കുകയാ? അസാധാരണമായ ദൈവാത്മാവിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഇതിന്റെ നടുവിൽ ചലിക്കുന്നു. നിങ്ങളായിരിക്കുന്ന മുറിയിൽ അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ തികച്ചും ഹല്ലേലൂയ പിടിച്ചു നിർത്താൻ കഴിയാത്തൊരു ആത്മ സാന്നിധ്യം ഇന്ന് എത്ര പേർക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട്? ആത്മാവിലൊന്ന് കുതിച്ചെഴുന്നേറ്റ് ദൈവമക്കളെ, ആത്മാവിലൊന്ന് പ്രതികരിച്ചു തുടങ്ങിക്കേ. ഫേബ അതിൽക്കനകസിയ ശക്തമായി മോളെ ഒന്ന് പ്രതികരിക്കുക. ഹല്ലേലൂയ ശൂന്യമായ ദേശത്തെ ഇഷ്ട എന്ന് വിളിക്കാൻ തക്കവണ്ണം ഒരു ഹെപ്സിബയാക്കി മാറ്റിയതുപോലെ ദൈവത്തിന്റെ കയ്യിൽ ഹല്ലേലൂയ ഒരു കിരീടമായി ഹല്ലേലൂയ കുഞ്ഞെ ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരും കേട്ടോ. അഡഗനഗക്ഷസിയ പക്ഷേ എങ്കിലും നീ സ്വസ്ഥത കൊടുക്കരുത് നിന്റെ ദൈവത്തിന്. ഹല്ലേലൂയ കാരണം യെരൂശലേമിന്റെ മതിലുകളെ ഹല്ലേലൂയ പ്രസിദ്ധപ്പെടുത്തുന്നത് വരെ കുഞ്ഞെ നിന്റെ നാവുകൾ അടങ്ങിയിരിക്കരുത്. ഹല്ലേലൂയ നിന്റെ നാവുകൾ ചലിച്ചുകൊണ്ടേയിരിക്കണം. ആത്മാവിൽ നിന്ന് ഏറ്റെടുക്കാമോ? ഒരഭിഷേകത്തിന്റെ കാറ്റ് ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ ശക്തിയോട് അടിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. എത്ര പേർക്ക് അത് അനുഭവിക്കാൻ കഴിയും? അനുഭവിക്കുന്നവരെല്ലാം കരങ്ങളെ തട്ടി ആത്മമണവാളെ ഒന്ന് ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ ചില പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് രാത്രി തകർന്നു വീഴുന്നത് ആത്മാവിൽ മിന്നൽ പിടരുപോലെ. താങ്ങാനാവാത്ത ദൈവസാന്നിധ്യം രാത്രി എത്ര പേർ അനുഭവിക്കുന്നുണ്ട്? ഇന്നലകളിൽ നിങ്ങളെ ചുഴറ്റിയടിച്ചതിന്റെ ചുഴലിക്കാറ്റുകൾ, ആഞ്ഞടിച്ചതിന്റെ കൊടുങ്കാറ്റുകൾ, ജീവന ലക്ഷ്യം മറിച്ചു കളയുവാൻ ആഞ്ഞടിച്ചതിലെ ഈശാന മൂലന്റെ ശക്തികൾ ആത്മാവ് പറയുന്നു, ഇതോ ഞാൻ നിന്നെ തീരത്തടുപ്പിക്കുന്ന ദൈവമോ. യെസ്, ഹല്ലേലൂയ. ദൈവമക്കളെ, പടകിലിരുന്നു കൊണ്ട് തന്നെ, കപ്പലിലിരുന്നു കൊണ്ട് തന്നെ പൗലോസിന്റെ വാക്ക് വിലയുള്ള വാക്കായി മാറി. പൗലോസിന്റെ ദൈവം ഹല്ലേലൂയ സത്യ ദൈവമെന്നും ജീവനുള്ള ദൈവമെന്നും ഹല്ലേലൂയ പൗലോസിന്റെ വിശ്വാസത്താൽ പൗലോസ് വെളിപ്പെടുത്തി. പൗലോസിന്റെ സഹിഷ്ണുത, പൗലോസിന്റെ സിദ്ധത പൗലോസിനെ ഹല്ലേലൂയ വലിയ ഒരു കൂട്ടത്തിന്റെ പ്രത്യാശയാക്കി മാറ്റി. ഇസ്രായേലിന്റെ പ്രത്യാശയായി ചങ്ങല ധരിച്ചു കൊണ്ട് പോയവൻ അടൽക്കമനഗസിയ അനേകരുടെ പ്രത്യാശയ്ക്ക് ഹല്ലേലൂയ ഒരു കാരണഭൂതനായി മാറിയതുപോലെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അലയടിച്ചുയർന്ന തിരമാലകളുടെ നടുവിലും അമരക്കാരനായി വരുന്ന അരുമനാഥന്റെ സാന്നിധ്യം അത്ഭുതമേറിയ ചില ദൈവമഹത്വത്തിന്റെ കാഴ്ചയായി മാറുന്ന ദിനങ്ങൾ നാളെയുടെ നാളുകളിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? കടലിലാൽ അടിക്കപ്പെട്ടവളും ആശ്വാസം മറ്റുള്ളതുമായുള്ളവേ, നിന്റെ കല്ലിനെ ഞാൻ രഞ്ജനത്തിൽ പതിപ്പിക്കും. അല്ലേ, നീലക്കല്ലുകൊണ്ട് പുഷ്പരാഗം കൊണ്ട് ഞാൻ നിന്നെ അണിയിക്കും. അല്ലെ, യെശയ്യാവിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യമാ. കാറ്റിനാൽ അടിക്കപ്പെട്ട് അല്ലെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് തകർന്നിരിക്കുന്ന മകളെ ദൈവം നിങ്ങളോട് പറയുകയാ, അല്ലെങ്കിൽ എന്തുവാ, അല്ലെങ്കിൽ ഞാൻ നിന്നെ എന്ത് ചെയ്യും? നീലക്കല്ലുകൊണ്ട് നിന്നെ അണിയിക്കാൻ പോവുക, പുഷ്പരാഗം കൊണ്ട് നിന്നെ അണിയിക്കാൻ പോവുക. എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട വചനമല്ലേ. ആശ്വാസം മറ്റവൾക്ക് ദൈവം കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷ, പ്രത്യാശ, വാഗ്ദത്തമായത്. പോട്ടെ, കപ്പലിറങ്ങിയ പൗലോസ് എവിടെ എത്തിയെന്നറിയാമോ? മെലിത്ത എന്ന ദേശത്തിൽ ദ്വീപിൽ മുട്ടി അവരവിടെ വീണപ്പോൾ അടുത്ത പ്രശ്നം ഹല്ലേലൂയ പൗലോസിനെ കൊല്ലാൻ വേണ്ടി നിരൂപിച്ച് ഹല്ലേലൂയ എന്ത് ചെയ്തു? തടവുകാരെ എല്ലാം കൊല്ലണമെന്ന് അവർ പദ്ധതി ഇട്ടു.
ശതാധിപന്റെ മനസ്സ് പെട്ടെന്ന് എത്തിയത് പൗലോസിലോട്ട്. ശതാധിപൻ ചിന്തിച്ചു, ഇവനാണല്ലോ ഇവിടം വരെ എത്തിച്ചതല്ലേ, അതുകൊണ്ട് കൊലപാതകന്മാരുടെ കൂട്ടത്തിൽ, തടവുകാരുടെ കൂട്ടത്തിൽ പൗലോസും മരിക്കും. അത് പറ്റത്തില്ല. ശതാധിപൻ പൗലോസിനെ രക്ഷിക്കണമെന്ന് വിചാരിച്ചു സകല തടവുകാരോടും കരുണ കാണിച്ചു. അവർ 276 പേരും മെലിത്തയുടെ ദ്വീപിൽ മഴലിലെ കാലുകുത്തി. ഇന്ന് രാത്രിയിൽ പ്രിയ പൈതലേ, ഹല്ലേലൂയാ, ദൈവത്തിന് വേണ്ടി ഇന്നലകളിൽ നിങ്ങൾ ചെയ്തത് ഓർക്കുവാൻ ദൈവം ചില ശതാധിപന്മാരെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഉടകൽക്കശസ്യ നന്മ ചെയ്തിട്ടും അല്ലെങ്കിൽ ഞാൻ നശിക്കുന്നു എന്നൊരു മണ്ഡലം വരുമ്പോൾ അടകസ്യ പ്രതീക്ഷിക്കുന്നവരാരും ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു ശതാധിപൻ അവിടെ എഴുന്നേറ്റു. ഒരു ശതാധിപൻ പറഞ്ഞു, നോ, ഇവൻ മരിക്കുവാനുള്ള യോഗ്യതയുള്ള ഒരു കുറ്റവും ചെയ്തിട്ടില്ല, പകരം ഇവനൊരു ദേവനാ. അത് മനസ്സിലാക്കിയ ശതാധിപൻ എന്ത് ചെയ്തു? തടവുകാരെല്ലാവരും രക്ഷപ്പെടേണ്ടതിന് വഴിയൊരുക്കി കൊടുത്തു. അല്ലെങ്കിൽ നീന്താൻ അറിയുന്നവരെല്ലാം നീന്തി 277 പേർ landed safely at the island of Melita, മാൾട്ട. ഇന്ന് മെലീത്ത, മാൾട്ട എന്ന് വിളിക്കുന്ന ദ്വീപിലാണ് അവരെത്തിച്ചേർന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മളെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുവാൻ ഇന്ന് രാത്രി ദൈവം ശക്തനാ. എത്ര പേർ വിശ്വസിക്കുന്ന? തകരത്തില്ല കേട്ടോ. പലതും നഷ്ടമായിക്കാം, പലതും പ്രയാസങ്ങൾ വന്നേക്കാം, ഹല്ലേലൂയ, പല വഴിയിലൂടെ പോകേണ്ടി വന്നേക്കാം, ഹല്ലേലൂയ, ലക്ഷ്യത്തിലേക്ക് എത്താതെ വഴിമാറി പോകേണ്ടി വന്നേക്കാം. പക്ഷേ റോമയിൽ നിന്നെ നിർത്തുമെന്ന്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന്, എത്തിക്കേണ്ട സ്ഥലത്ത് നിന്നെ എത്തിക്കുമെന്ന് ഒരു വാക്ക് പറഞ്ഞ ഉടയവൻ എനിക്കും നിനക്കും ഉണ്ട്. വിശ്വസിക്കാമോ? ആ സ്വർഗത്തിലെ നോക്കി പറ, യെസ്, എന്റെ ഉടയവൻ എന്നോട് പറഞ്ഞത് എന്നിൽ നിവർത്തിക്കാൻ സമയമായി. സിസ്റ്റർ സാലി, ഹല്ലേലൂയ കുഞ്ഞേ, ദൈവാത്മാവ് പറയുകയാ, വാഗ്ദത്തം നിവർത്തിക്കാൻ സമയമായി. ശുഭ തുറമുഖം എത്തിയപ്പോൾ വിശ്വസിച്ചു, പക്ഷേ നടന്നില്ല. പക്ഷെ അടുത്തൊരു തീരം അവർ കണ്ടു. അതിന് 15 മുഴമെന്ന് അവർ കണ്ടു. ആ തീരം ഹല്ലേലൂയ അവർക്കൊരു സ്വസ്ഥതയുടെ തീരമായി മാറി. കുഞ്ഞേ, ദൈവാത്മാവ് ഒരു ദൂത് പറയുന്നു. ഒരു ശതാധിപനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഒരു രൂത്തിന് വേണ്ടി ബോവസിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. എന്തിനാ? ഒരു സ്വസ്ഥതയുടെ തീരത്തേക്ക് അണയുവാൻ, ഒരു സ്വസ്ഥതയുടെ പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചേരുവാൻ. സിസ്റ്റർ സാലി, ദൈവാത്മാവ് പറയുന്നു, ഹല്ലേലൂയ നങ്കൂരം ഹല്ലേലൂയ ഇടാൻ ഉറപ്പിക്കാൻ സമയമായി. അടൽക്കമന വൈശ്വസിയാന്തര, നീ കാത്തിരുന്നവനും, അടൽക്കസിയ നീ ആശ്രയിച്ചവനും, അടൽക്കസിയാന്തരൽക്കമനകസിയ ആലംബഹീനയായ ഹല്ലേലൂയ ആശ്രയമറ്റവളായ ഇവളുടെ അടുക്കലേക്ക് ഹല്ലേലൂയ വന്നൊരു ബോവസിനെ പോലെ ചില ഇടപെടലുകൾ നീയാകുന്ന വയലിൽ, നിന്റെ കുടുംബമാകുന്ന വയലിൽ വെളിപ്പെടാൻ സമയമായി. ഇന്ന് രാത്രിയിൽ വിശ്വസിച്ചങ്ങ് ഏറ്റെടുത്തോ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, ഞാൻ പെട്ടെന്ന് പോകാം, പഴയ നിയമത്തിലേക്ക് പോകാൻ ഇന്ന് സമയമില്ലെങ്കിലും ഈ ഒരൊറ്റ ചിന്ത കൂടെ പറഞ്ഞ് ഞാൻ വിരാമം കുറിക്കാം. ദൈവമക്കളെ, ഹല്ലേലൂയ, പൗലോസ് മെലീത്തയിലെത്തിയ പൗലോസിന്റെ കയ്യിൽ ഇപ്പൊ എന്താ സംഭവിച്ചേ? എങ്ങനെ രക്ഷപ്പെട്ടതാണെന്നറിയാമോ? എന്തൊക്കെ തരണം ചെയ്ത് എത്തിച്ചേർന്നറിയാമോ? അമ്മായിയമ്മയുടെ പോര്, നാത്തൂന്റെ പോര്, ഭർത്താവിന്റെ പ്രശ്നം, കുഞ്ഞുങ്ങളുടെ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, കടബാധ്യത, കുടുംബത്തിന്റെ പ്രശ്നം, ഇല്ല, ഇതൊന്നും നിങ്ങൾക്ക് ആർക്കും വന്നിട്ടില്ലയോ? എല്ലാം തരണം ചെയ്ത് ഒരു വിധത്തിൽ രക്ഷപ്പെട്ടെത്തിയതാ. എവിടെ? മെലീത്തെ. ഇനിയെങ്കിലും സ്വത്തായി, ഇനി സന്തോഷമായി, മുന്തിരിത്തോട്ടം ഒക്കെ നട്ട് ജീവിക്കാമെന്ന് നോഹ വിചാരിച്ചതുപോലെ, അല്ലെങ്കിൽ സെറ്റിലായി, PR കിട്ടി, എല്ലാം ഓക്കെ ആയി എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ ഇതാ അടുത്ത പ്രശ്നം വരികയാ. എന്തുവാ? ഹല്ലേലൂയ, അണല് കയറി ചുറ്റി. വേറെ ആരുടെ കയ്യിലല്ല ചുറ്റിയത്. ഹല്ലേലൂയ, ഇത്രയും ദൈവനാമത്തിനു വേണ്ടി ഹല്ലേലൂയ ശോഭിക്കുന്ന ഭക്തൻ, ഹല്ലേലൂയ വാഗ്ദത്തമുള്ളവന്റെ കയ്യിൽ അണല് കയറി ചുറ്റി. ദൈവമക്കളെ, ഇവിടെ നിന്നോണ്ട് ഞാനൊരു ദൂത് പറയാം. അതുരലകന്റെ കക്ഷസിയാം തരാം. അണല് ചുറ്റിയാലും, കൊടുങ്കാറ്റടിച്ചാലും, തിരയേറിയാലും, വാഗ്ദത്വമുള്ള നിന്നെ ഒതുക്കുവാൻ, അഭിഷേകമുള്ള നിന്നെ തകർക്കുവാൻ, വിളിക്കപ്പെട്ട നിന്നെ തകർക്കുവാൻ ഈ ലോകത്തിന്റെ ഒരു ശക്തിക്കും കഴിയത്തില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, അഭിഷേകമുള്ളവനെ, വിളിയുള്ളവനെ തകർക്കുവാൻ ശക്തിയുള്ള കൊടുങ്കാറ്റില്ല, വിഷമുള്ള അണലിയില്ല. അണലിക്ക് വിഷമുണ്ട്, കൊടുങ്കാറ്റിന് ശക്തിയുണ്ട്. പക്ഷെ അഭിഷേകമുള്ളവനെ തകർക്കുവാൻ ശക്തിയുള്ള കൊടുങ്കാറ്റ്. അഭിഷേകമുള്ളവനെ
രാത്രിയിൽ എത്ര പേർ വിശ്വസിക്കുന്നു? ഒടുക്കിക്കളയുവാൻ വരുന്നത് ശക്തിയുള്ളതായിരിക്കാം, പക്ഷേ സർവശക്തിയുള്ള ദൈവം എനിക്കും നിനക്കും വേണ്ടി തന്റെ കരം ചലിക്കാൻ തുടങ്ങിയാൽ ഈ ലോകത്തിന്റെ ശക്തികൾ അപ്രസക്തമാ. അന്തിമ വിജയം എനിക്കും നിങ്ങൾക്കും ഉള്ളതാ. യേശുവിന്റെ നാമത്തിൽ എത്ര പേർ വിശ്വസിക്കുന്നു? പത്മോസിന്റെ ദ്വീപിൽ എറിയപ്പെട്ട യോഹന്നാനെ, ഹല്ലേലൂയാ, നിന്നെ പെട്ടിയിലാക്കാനാ അങ്ങോട്ട് എറിഞ്ഞത്. അന്നുള്ള ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയ എംപയർമാർ എറിഞ്ഞത് പത്മോസിൽ ഹല്ലേലൂയ അവസാനം കുറിക്കാന്. പക്ഷേ വെളിയുള്ള യോഹന്നാനെ, ദൈവത്തിന് വേണ്ടി നെഞ്ചിയും നെറ്റിയും കൊടുത്തവനെ, മരണശേഷം ക്രൂശിന്റെ വചനം നിമിത്തം പത്മോസിൽ അകപ്പെട്ടവനെ, പത്മോസ് നിന്റെ അവസാന യാത്രാമൊഴി ചൊല്ലത്തില്ല, അവിടെ നിനക്ക് അന്തിമ വിശ്രമം ഒരുങ്ങത്തില്ല. പകരം ഇട്ടവൻ തന്നെ മടക്കി വരുത്തുന്ന, ഇട്ടവൻ തന്നെ തിരിച്ചു വിളിക്കുന്ന, തകർക്കാൻ നോക്കിയവൻ തന്നെ രക്ഷിക്കുന്ന അസാധാരണമായ ഒരു മണ്ഡലം എനിക്കും നിങ്ങൾക്കും വേണ്ടി ചലിച്ചു തുടങ്ങുകയാ. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർക്ക് വെളിപ്പാട് മനസ്സിലായി? വിട്ടവൻ തിരിച്ചു വിളിക്കുകയാ. ഹല്ലേലൂയ. തകർക്കാൻ നോക്കിയവൻ തന്നെ രക്ഷിപ്പുകാരനായി വരികയാ. പൗലോസിനെ ബന്ധിച്ചവൻ തന്നെ പൗലോസിന്റെ രക്ഷകനായി വരികയാ. മനസ്സിലായോ? മനസ്സിലായോ? എന്റെ ദൈവത്തിന്റെ ശക്തി എന്റെയും നിങ്ങളുടെയും മൺകൂടാരത്തിൽ വെളിപ്പെട്ടാൽ ജനമേ, ഹല്ലേലൂയ, നമ്മൾ അസാധാരണമായി വഹിക്കുന്ന അഭിഷേകം അഗ്നികുണ്ഡത്തിലും ഇറങ്ങി വരും, അസ്ഥിത്താഴ്വരയിലും ഇറങ്ങി വരും, സിംഹക്കുഴിയിലും ഇറങ്ങി വരും, അത് കാരാഗ്രഹത്തിലും ഇറങ്ങി വരും. സാക്ഷാൽ കാരാഗ്രഹത്തിനോ അപമാനങ്ങൾക്കോ അതുൽക്കമന വൈശ്വസ്യ തകർത്തു കളയാൻ കഴിയാത്ത അസാധാരണമായ ഒരു അഭിഷേകത്തെ വഹിക്കുന്ന ദൈവജനമേ, ഞാനും നിങ്ങളും ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിനു വിലയേറിയവരാ. ദൈവത്തിന് വിലയേറിയവരാ. ഹല്ലേലൂയ. മെലീത്ത എന്ന ദ്വീപിൽ എല്ലാരും വിറകങ്ങോട്ടിട്ടു. ആരുടെ കയ്യിലും ചുറ്റണ്ടാണലിക്ക്. പൗലോസ് ഇട്ടപ്പം ഇറങ്ങി വന്നു. പൗലോസ് ഇട്ടത് എന്തിനാന്നറിയാമോ? നിങ്ങൾ പറ. ഹല്ലേലൂയ. ആളി കത്താൻ വേണ്ടിയാ ഇട്ടത്, ചൂട് കൂടാൻ വേണ്ടിയാ ഇട്ടത്. ഹല്ലേലൂയ. തീയുടെ ചൂട് കൂടിയപ്പം അവൻ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. കുഞ്ഞേ, എന്നിലും നിങ്ങളിലും വെളിപ്പെടുന്ന ഈ തീയുടെ അഭിഷേകമുണ്ടല്ലോ, ഇറങ്ങിക്കഴിഞ്ഞാൽ, ഇറങ്ങേണ്ടേ പോലെ ഇറങ്ങിയാൽ, വെളിപ്പെടേണ്ടേ പോലെ വെളിപ്പെട്ടാൽ അണലി പിന്നെ അവിടെ ഇരിക്കത്തില്ല. പിന്നിവൻ വന്ന് ചുറ്റും. പിന്നിവൻ എങ്ങനെങ്കിലും ഹല്ലേലൂയ ഇത് ഇറക്കിയവനെ എങ്ങനെയെങ്കിലും തകർക്കണം, ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. ഹല്ലേലൂയ. പക്ഷേ ചുറ്റിയ അണലിയുടെ അന്തിമ വിശ്രമം കൊള്ളിക്കുവാൻ പൗലോസിന് വേണ്ടി ഓർഡർ ചെയ്ത പെട്ടിയിൽ ചാരം പോലും ഇടാൻ കഴിയാത്ത വിധം ദേശത്തിന്റെ നീതിദേവി ചുട്ടുചുരുണ്ട്. എന്നെയും നിങ്ങളെയും ഒതുക്കുവാൻ, തകർക്കുവാൻ, പെട്ടിയിലാക്കുവാൻ, നാമാവശേഷമാക്കുവാൻ ശ്രമിക്കുന്ന ചില അണലിയുടെ ശക്തികളെ തകർത്തുടയ്ക്കാം ഇന്ന് രാത്രിയിലും. ദൈവമക്കളെ, അഭിഷേകമുള്ള ദൈവജനമേ, ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? കരങ്ങളെ ഉയർത്തി ആ ദൈവത്തിനൊരു മഹത്വം കൊടുത്തേ. പ്രമാണത്തിന് വേണ്ടി നിൽക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകുമ്പോൾ നിനക്കെതിരെ വരും അണലിയുടെ ശക്തികൾ, കൊടുങ്കാറ്റുകൾ. പക്ഷേ കൊടുങ്കാറ്റിന്റെ നടുവിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ എന്നെയും നിങ്ങളെ പ്രാപ്തനാക്കുന്ന അഗ്നികുണ്ഡത്തിൽ അണലി ചുറ്റിപ്പോൾ അതിന്റെ നടുവിലും കുടഞ്ഞു കളയുവാൻ എന്നെയും നിങ്ങളെ പ്രാപ്തനാക്കുന്ന ഒരു ദൈവത്തിന്റെ കരം തീയിൽ ഇറങ്ങി വരും, കടലിൽ ഇറങ്ങി വരും, കാരാഗ്രഹത്തിൽ ഇറങ്ങി വരും. വിശ്വസിക്കാമോ? ആമേൻ പറഞ്ഞ് നേറ്റെടുക്കാമോ? ആമേൻ പറഞ്ഞ് നേറ്റെടുക്കാമോ? ജോസഫിന്റെ വാഗ്ദത്തം എന്തുവാ? ഹല്ലേലൂയ. കുടുംബം നിന്നെ നമസ്കരിക്കും. ഹല്ലേലൂയ. രാജ്യങ്ങൾ നമസ്കരിക്കേണ്ടിവനെ പൊട്ടക്കണക്കിൽ വീഴ്ത്തി, പൊത്തിപ്പേറിന്റെ ഭാര്യ കൊണ്ട് കാരാഗ്രഹത്തിലാക്കി, തെളിവും കൊണ്ട് നടക്കേണ്ടിടത്ത് മുഴുവൻ നടന്ന് ഒതുക്കിക്കളയാൻ ശ്രമിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അറയിൽ നിന്നും ഒരു വിളി വന്നു, രാജാവിന്റെ വിളി. കുഞ്ഞേ, ഞാനും നിങ്ങള് അല്ലെ തടവറയിലായിരിക്കാം ഇന്ന്, പക്ഷെ ഒരു വിളി വരാൻ പോവാ.
മാനിക്കുന്ന വിളി. അപമാനിക്കപ്പെട്ടവനെ ഹല്ലേലൂയ ഒരു ദേശം അപമാനിച്ചെങ്കിൽ ഹല്ലേലൂയ 2 ദേശം മാനിക്കുവാൻ. മനസ്സിലാകുന്നുണ്ടോ? ഒരു ദേശം അപമാനിച്ചവനെ 2 രാജ്യത്തിന്റെ അധിപതിയാക്കി മാറ്റിയ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയിൽ ആത്മാവിൽ എത്ര പേർ കാണും? ഒരു കുടുംബത്തിൽ നീ അപമാനിക്കപ്പെട്ടാൽ, ഒരു ദേശത്ത് നീ അപമാനിക്കപ്പെട്ടാൽ, എലിസബത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, മനുഷ്യരുടെ ഇടയിൽ അവൾ അപമാനിക്കപ്പെട്ടു. ഒരു ദേശത്തിലല്ല, ഒരു പട്ടണത്തിലല്ല, എവിടെയെല്ലാം മനുഷ്യരുണ്ടോ അവിടെയെല്ലാം നിന്ന കേട്ട വ്യക്തിയാ എലിസബത്ത്. അവൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, മനുഷ്യരുടെ ഇടയിലുള്ള എന്റെ നിന്ന ദൈവം നീക്കിക്കളഞ്ഞു. എന്നെ കടാക്ഷിച്ച നാളിൽ പറയാമോ, ഇന്ന് രാത്രി ദൈവം നിങ്ങളെ കടാക്ഷിക്കുന്ന ദൈവമാ. പൗലോസ് ആ അണലിയെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. അഡൽക്കസിയ ചുറ്റിയപ്പോൾ അവർ വിചാരിച്ചു ഇപ്പൊ ചീർത്ത് പൊട്ടി മരിക്കും, ഇപ്പം വീർത്ത് മുട്ടി മരിക്കും. നോക്കി നിന്നവരുടെ മുൻപിൽ പയറുമണി പോലെ, അല്ലെ നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ഹല്ലേലൂയ പച്ച പയറുമണി പോലെ. ഹല്ലേലൂയ ഹല്ലേലൂയ പൗലോസ് ഹല്ലേലൂയ ഹടകൽ ഖമനകസിയാന്തരെ രക്ഷസിയ അവരുടെ മുൻപിൽ ഹല്ലേലൂയ പൗലോസ് നിന്നു. ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്താൽ ദൈവത്തിന്റെ ദൂതൻ നമുക്ക് വേണ്ടി ഇറങ്ങി വരും. ദൈവം നമുക്ക് വേണ്ടി തന്റെ നാവ് ചലിപ്പിച്ചാൽ, ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്താൽ ശത്രുവിന്റെ സ്റ്റിയറിംഗ് കൺട്രോൾ ദൈവം അങ്ങ് ഏറ്റെടുക്കും. ഇന്നലെ വരെ കാറ്റ് അടക്കം പിടിച്ച അധികാരത്തെ വഴിമാറ്റിക്കൊണ്ടൊരു തീരമണയുവാൻ ദൈവം തന്റെ ഭക്തനെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ അതുന ജഗൽഖമനക്ഷത്തിൽ ഇന്നലെ വരെ പിന്തുടർന്ന മിസ്രൈമ്യ സൈന്യത്തെ ചെങ്കടലിൽ മുക്കിക്കളഞ്ഞ ശത്രുവിന്റെ സ്റ്റിയറിംഗ് കൺട്രോൾ ദൈവം പിടിച്ചുവെങ്കിൽ തന്റെ നോട്ടത്തിന് ശക്തിയുണ്ടെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുക. അരുമനാഥൻ, എന്റെ ഉടയവൻ, എന്റെ നസ്രായൻ എനിക്ക് വേണ്ടി ഒന്ന് നോക്കിയാൽ ശത്രുവിന്റെ കൺട്രോൾ തകർന്നു വീഴും. ദൈവമക്കളെ, ഒന്ന് ആരാധിച്ചു തുടങ്ങിയാട്ടെ. എന്റെ യേശുപ്പ ഹല്ലേലൂയ, എനിക്കും നിങ്ങൾക്കും വേണ്ടി ഉയരത്തിൽ നിന്ന് നോക്കുമ്പോൾ ശത്രുവിന്റെ സ്റ്റിയറിംഗ് കൺട്രോൾ, ഇന്നലകളിൽ കൺട്രോൾ വെച്ചിരുന്ന, ഇന്നലകളിൽ അവകാശം പറഞ്ഞ കൊന്നുമുടിക്കുമെന്ന് നന്മതരത്തില്ലെന്ന് പിന്തുടർന്ന പൈശാചിക മണ്ഡലങ്ങൾ കരുതി വരുത്തിക്കൊണ്ട് അരുമനാഥന്റെ ദൃഷ്ടി പതിപ്പിക്കുന്ന രാത്രിയായി ഇന്ന് രാത്രിയിൽ മാറുകയാ. ഉടമനക റഹത്തന യാത്രയ്ക്ക് മുടക്കം സൃഷ്ടിച്ചുകൊണ്ട് നിന്നെ വാഗ്ദത്വത്തിലേക്ക്, തലമുറകളെ വാഗ്ദത്വത്തിലേക്ക് എത്തിക്കത്തില്ലെന്ന് വെല്ലുവിളിച്ചുകൊണ്ട്, ഇന്നലകളെ റൂട്ടുകളെ മാറ്റിമറിച്ചുകൊണ്ട് കാറ്റേറ്റെടുക്കുന്നത് പോലെ ചില ശത്രുമണ്ഡലങ്ങൾ അല്ലെങ്കിൽ ഏറ്റെടുത്ത ചില ദുഷ്ടപൈശാചിക മണ്ഡലങ്ങൾക്ക് അറുതി വരുത്തിക്കൊണ്ട് ഒരു ശുഭതീരത്തേക്ക് അടുപ്പിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ചലിച്ചിറങ്ങുകയാണ്. ചുടനാറകൽക്കമന അതുരാജികൽക്കമന വൈശ്വസിയ. പരിശുദ്ധ പിതാവേ, നല്ല കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച ദൈവത്തിന്റെ വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പേ. ഹൽബാറകന കക്ഷസിയ, എന്റെ ഉടയവന് ഞാൻ സേവിച്ചു വരുമെന്നതായ യഹോവ ദൂതൻ എന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, പൗലോസേ, നീ ഭയപ്പെടേണ്ട, നിന്നോട് കൂടെയുള്ളവരെല്ലാം ഞാൻ നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. രാത്രിയിൽ പിതാവേ, ഞങ്ങൾ അനുഭവിക്കുന്ന കൊടുങ്കാറ്റുകൾ, ഞങ്ങൾ കടന്നു പോകുന്ന അസ്ഥിരതകൾ, ഞങ്ങൾ അനുഭവിക്കുന്ന അനുഭവങ്ങളുടെ നടുവിലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി ശുഭ തുറമുഖമണയുവാൻ, ശുഭതീരമണയുവാൻ കടന്നു വന്ന ഓരോ ജീവിതങ്ങളെയും സഹായിക്കണമേ. കൊടുങ്കാറ്റിന്റെ നടുവിലും തകർത്ത് കളയാത്ത ദൈവ സാന്നിധ്യത്തിന്റെ ഹല്ലേലൂയ കർത്താവെ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ നടന്നെടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ ഈ ദിവസങ്ങളിൽ മഹത്വപൂർണമാക്കുന്ന ദൈവത്തിന്റെ കരുതലുകൾക്കായി സ്തോത്രം. കടന്നു വന്ന് അറ്റൻഡ് ചെയ്ത എല്ലാ ദൈവമക്കളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്നലകൾ അവരെ മുക്കിക്കളയുവാൻ അല്ലെങ്കിൽ വെല്ലുവിളിച്ചുള്ള ചില കൊടുങ്കാറ്റിന്റെ റൂട്ടുകളെ, അടിവേരുകളെ യേശുവിന്റെ നാമത്തിൽ അപ്രൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. തീരമണയട്ടെ, തുറമുഖം കാണട്ടെ, തലമുറകളുടെ ദൈവിക ജയം ഉണ്ടാകട്ടെ. അസാധാരണമായ ദൈവമഹത്വവും കർത്താവെ വെളിപ്പെട്ടു വരട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മഹത്വം യേശുപ്പായിക്ക് മാത്രം തരുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ.